Hello all. അപ്പോൾ വേൾഡ് ജോഗ്രഫിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നും എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ എന്താണ് വരുന്ന എക്സാമുകൾക്ക് വളരെ വൈറ്റൽ ആയിട്ടുള്ളൊരു എന്താണ് ഒരു സെഷനാണ് ഈ പ്രീവിയസ് ഇയർ. നമ്മൾ ഒരുപാട് അധികം കാര്യങ്ങൾ പഠിച്ചു വെക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള കേരള PSCയിൽ ചോദിച്ചിട്ടുള്ള എന്താണ് ഏരിയാസ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് അവിടെ നിന്നുള്ള എന്താണ് കൂടുതൽ ഇൻഡെപ്തിലുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മൾ എന്താണ് കണ്ടുവരുന്ന ഒരു ട്രെൻഡിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നമ്മൾ ഇന്നും വേൾഡ് ജോഗ്രഫിയുടെ എന്താണ് ഒരു സെഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് സമയം കളയാതെ എന്ത് ചെയ്യാം, നേരിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് എന്ത് ചെയ്യാം പോവാം, ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ വരുന്നത് എന്താ, നമ്മുടെ മാപ്സ് എന്ന് പറഞ്ഞ ടോപ്പോഗ്രാഫിക്കൽ മാപ്സ് അല്ലെ, മാപ്സ് ആൻഡ് സയൻസ് എന്ന് പറയുന്ന ആ ഒരു സെഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ഈസ്റ്റിങ്സിനെ പറ്റി അല്ല, ഈസ്റ്റിങ്സും നോർത്തിങ്സും അല്ലെ, നമുക്ക് അറിയാവുന്ന രണ്ട് ടേംസ് ആണ്. നമ്മൾ എന്താണ് ടോപ്പോഗ്രാഫിക്കൽ മാപ്സിനെ പറ്റി പഠിച്ച സമയത്ത് വളരെ വിശദമായി പഠിച്ചിരുന്ന രണ്ട് ടേംസ് ആണ്. റിപ്പീറ്റഡ് ആയി എക്സാമുകൾ ചോദിച്ചു വരുന്ന സാധനമാണ്. അപ്പോൾ എന്താണ് ഈസ്റ്റിങ്സ്, എന്താണ് നോർത്തിങ്സ്, എന്താണ് ഈസ്റ്റിങ്സ്, എന്താണ് നോർത്തിങ്സ് എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. എന്താണ് ഈസ്റ്റിങ്സ്, എന്താണ് നോർത്തിങ്സ്? എന്താണ് ഈസ്റ്റിങ്സ്, എന്താണ് നോർത്തിങ്സ്? എടാ, അവിടെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കി എന്താണ് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല അല്ലേ. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഒരു മാപ്പ് എടുത്തു കഴിഞ്ഞാൽ അല്ലേ, ഒരു മാപ്പ് എന്തിനാണ് ഈ മാപ്പുകൾ ബേസിക്കലി ഉപയോഗിക്കുന്നത്, എന്തിനാണ് ഒരു മാപ്പിന്റെ ഉപയോഗം എന്താണ്? ഇപ്പൊ പണ്ട് കാലത്ത് അല്ലെ, ഇപ്പൊ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്ന പോലത്തെ GPS പോലുള്ള വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് എന്ത് ചെയ്യാം, ആൾക്കാർ ഇപ്പൊ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ, പ്രത്യേകിച്ച് എന്താണ് ഒത്തിരി അധികം ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഗവൺമെന്റ് ഒഫീഷ്യൽസ് അല്ലെ, അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണ് നമ്മളിപ്പോൾ കാണുന്ന പോലത്തെ റോഡുകളും കാര്യങ്ങളും ഒന്നും ആയിരിക്കില്ല അല്ലെ അന്നുണ്ടായിരുന്നത്. അപ്പൊ അവർക്ക് അവരെ സ്വയം ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു ഉപാധി വേണം. ഏറ്റവും ബേസിക് ആയിട്ടൊരു മാപ്പിന്റെ നീഡിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളെ സ്വയം ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി, നമ്മളെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും ഈ മാപ്പുകളെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു മാപ്പിൽ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നത്? നമുക്കറിയാലേ, ഒരു മാപ്പ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, അതിനകത്ത് പ്രധാനമായി ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, മാൻമെയ്ഡ് ആയിട്ടുള്ള അല്ലെ, അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതും നാച്ചുറൽ ഉള്ളതുമായിട്ടുള്ള എന്താണ് പ്രധാനപ്പെട്ട എന്താണ് ലാൻഡ് ഫോംസുകളെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എന്താണ് സ്ഥാപന ജംഗമ വസ്തുക്കളെയാണ് എന്ത് ചെയ്യുന്നത് ഒരു മാപ്പിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പൊ ഞാനൊരു പ്രദേശത്ത് നിൽക്കുകയാണെന്ന് ഇരിക്കട്ടെ, അവിടെ ഒരു കുന്നുണ്ട്. ആ കുന്നിനെ എന്ത് ചെയ്യും, മാപ്പിൽ റെപ്രസെന്റ് ചെയ്യും. എങ്ങനെയാണ് കുന്നിനെ മാപ്പിൽ റെപ്രസെന്റ് ചെയ്യുന്നത്? കോണ്ടൂറുകൾ ഉപയോഗിച്ചിട്ടാണ് അല്ലെ, കോണ്ടൂർ ലൈൻസ് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു അമ്പലമുണ്ട്, ഒരു പള്ളിയുണ്ട്, ഇതിനൊക്കെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു പുഴയുണ്ട്, ഇതെല്ലാം എന്ത് ചെയ്യും, ഓരോ സയൻസ് ഉപയോഗിച്ചും വ്യക്തമായിട്ടുള്ള സ്കെയിലിന്റെ രീതിയിൽ അല്ലെ, വ്യക്തമായിട്ടുള്ള ഒരു സ്കെയിൽ ഉപയോഗിച്ചും എന്ത് ചെയ്യും, മാപ്പിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു മാപ്പ് എടുത്തു. ഇപ്പൊ ഞാനൊരു മാപ്പ് വരയ്ക്കുകയാണ്, ഒരു മാപ്പ് വരച്ചു. മാപ്പിൽ എന്ത് ചെയ്യും, ഞാൻ ഒരു പുഴ വരച്ചു, ഒരു പള്ളി വരച്ചു. അതിനുശേഷം എന്ത് ചെയ്തു, ഞാനൊരു കുളം വരച്ചു. അപ്പൊ ഇത് എനിക്ക് എന്ത് ചെയ്യാം, ഒരു മാപ്പാണെന്ന് പറയാം. ഇനി നോക്കടാ, ഞാൻ ഇത് ഇവിടെയാണ് നിൽക്കുന്നതെന്ന് ഇരിക്കട്ടെ, ഞാൻ എങ്ങനെയാടാ ഇവിടെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് എന്ത് ചെയ്യണം, അതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള എന്ത് ചെയ്യണം, നമ്മൾ പ്രധാനമായിട്ട് എന്ത് ചെയ്യണം, ഒരു ഭൂമിയിൽ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ലാറ്റിറ്റ്യൂഡുകളും ലോഞ്ചിറ്റ്യൂഡുകളും. നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ സ്ഥിരമായി നമ്മൾ ചെയ്യുന്ന പരിപാടിയാണല്ലേ, വാട്സാപ്പിലേക്ക് നമ്മുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്കോ ഒക്കെ നമുക്ക് ഒരാളെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ലൊക്കേഷൻ ഷെയർ ചെയ്യും.
അപ്പോൾ എങ്ങനെയാണ് ഈ ലൊക്കേഷൻ ഷെയർ ചെയ്യുമ്പോൾ അവിടെ എന്താണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്? നമ്മുടെ ലാറ്റിറ്റ്യൂഡിനൽ ലോഞ്ചിറ്റ്യൂഡിനൽ പൊസിഷൻസ് ആണല്ലേ നമ്മൾ ഷെയർ ചെയ്യുന്നത്, അല്ല നമ്മൾ നിൽക്കുന്ന സ്ഥലമാണോ? അല്ല, ഇവിടെ എന്താണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും അല്ലേ, ആ സ്ഥലത്തിന്റെ പർട്ടിക്കുലർ ലാറ്റിറ്റ്യൂഡ് എത്രയാണ്, ലോഞ്ചിറ്റ്യൂഡ് എത്രയാണ്, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ മാപ്പിലും എന്ത് ചെയ്യണം, ആ ലാറ്റിറ്റ്യൂഡിനെയും ലോഞ്ചിറ്റ്യൂഡിനെയും എന്ത് ചെയ്യണം, കൊണ്ടുവരണം. അപ്പോൾ നമുക്കറിയാം അല്ലേ, നമുക്ക് എന്താണ് ഡിഗ്രി ഷീറ്റുകളുണ്ട്, മില്യൺ ഷീറ്റുകളുണ്ട് അല്ലേ, മില്യൺ ഷീറ്റുകളുണ്ട്, ഡിഗ്രി ഷീറ്റുകളുണ്ട്, ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളുണ്ട്. അപ്പോൾ ഈ ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഈ മില്യൺ ഷീറ്റും അത് എന്താണ് കൂടുതൽ എന്ത് ചെയ്യാണ്, അതിൻ്റെ എന്താണ് സ്കെയിൽ അല്ലെങ്കിൽ അതിൻ്റെ തോത് ഉയരുക അല്ലെങ്കിൽ തോത് കൂടിയ മാപ്പുകൾ അല്ലെങ്കിൽ ഭൂപടങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, അതിൻ്റെ സ്കെയിൽ എന്ന് പറയുമ്പോൾ 1:2.5 ലക്ഷവും 1:2 എന്താണ്, ഞാൻ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണേ, 1:2.5 ലക്ഷം, 1:2.5 ലക്ഷം ഒന്നാമത്തെ സ്കെയിൽ, ഒന്നാമത്തെ മാപ്പ്, ആ ഒന്നാമത്തെ മാപ്പിൻ്റെ സ്കെയിൽ. ഇനി രണ്ടാമത്തെ മാപ്പ് 2 എടുത്തപ്പോൾ അത് 1:25,000. ഇതിലേതാണ് വലിയ തോത് ഭൂപടം, ഇതിലേതാണ് വലിയ തോത് ഭൂപടം, ഇതിലേതാണ് വലിയ തോത് ഭൂപടം? എൻ്റെ മാപ്പ് 1ൻ്റെ സ്കെയിലും ഞാൻ തന്നു, മാപ്പ് 2ൻ്റെ സ്കെയിലും ഞാൻ തന്നിട്ടുണ്ട്. മാപ്പ് 1ൻ്റെ സ്കെയില് 1:2.5 ലക്ഷം. എൻ്റെ മാപ്പിലെ 1 സെൻറ്റിമീറ്റർ എന്താണ് നമ്മുടെ ലാൻഡിലെ 2,50,000 സെൻറ്റിമീറ്ററിനെ എന്ത് ചെയ്യുന്നുണ്ട്, സൂചിപ്പിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ മാപ്പ് എടുത്തപ്പോൾ അതിൻ്റെ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 1:25,000. അതായത് എൻ്റെ മാപ്പിലെ 1 സെൻറ്റിമീറ്റർ എൻ്റെ ഭൂമിയിൽ അല്ലെങ്കിൽ ലാൻഡിലെ 25,000 സെൻറ്റിമീറ്ററിനെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിനിധീകരിക്കുന്നു. ഇതിലേതാണ് വലിയ തോത് ഭൂപടം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഏതാണ് വലിയ തോത് ഭൂപടം? മാപ്പ് 1 ആണോ 2 ആണോ? മാപ്പ് 1 ആണോ 2 ആണോ? മാപ്പ് 1 ആണോ 2 ആണോ വലിയ തോത് ഭൂപടം? ഇതിൽ സ്മോൾ സ്കെയിൽ മാപ്പുകളും ലാർജ് സ്കെയിൽ മാപ്പുകളും. ഇതിൽ ലാർജ് സ്കെയിൽ മാപ്പ് വലിയ തോത് ഭൂപടം ഏതെന്നാണ് ചോദ്യം. ഏതാണ്, മാപ്പ് 1 ആണോ 2 ആണോ? പെട്ടെന്ന് വരട്ടെ ആൻസേഴ്സ്. പിന്നെയും ഇതൊക്കെ പറഞ്ഞു തരുന്നത് എന്തിനാണ്, ഒരിക്കലും ഇത് ഈ കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. യെസ്, ഒരാൾ ഒന്നാമത്തെ സ്കെയിൽ, അതായത് സ്കെയിൽ 1 പറഞ്ഞു അല്ലേ, മാപ്പ് 1നെയാണ് വലിയ തോത് ഭൂപടം എന്ന് പറഞ്ഞു. ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? അതിന് എല്ലാവരും ഇതിനെ പിന്തുണയ്ക്കുവാണോ? യെസ്, എല്ലാവരും 1 പറയുന്നുണ്ട് അല്ലേ. എല്ലാവരും ഒരേ സ്വരത്തിൽ 1 പറയാണ്. അപ്പൊ വേറെ ആൻസേഴ്സ് ഒന്നും ഇല്ലല്ലോ, എല്ലാവരും 1 പറയാണല്ലേ, അല്ലേ? 1 ആണല്ലേ വലിയ തോത്, അല്ലേ? വലിയ തോത് ഭൂപടം ഏതെന്നാണ് ഞാൻ ചോദിച്ചല്ലേ, വലിയ തോത് ഭൂപടം എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ എന്താണ് വലിയ തോത്? നമ്മൾ നോക്കുമ്പോൾ എന്താണ് വലിയ സ്കെയിൽ കൊടുത്തിരിക്കുന്നത് 1:2,50,000. അത് തെറ്റാണ്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ തെറ്റിക്കുന്ന കാര്യത്തിൽ എനിക്കിപ്പോൾ എന്താണ് ഒരു സംശയമില്ല. ഓക്കെ, എടാ നോക്കടാ, ഇവിടെ സ്കെയിൽ വലുതാണ്. അതായത് സ്കെയിൽ വലുതാവുന്നത് എപ്പോഴാണ്, അതിനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കൂടുതൽ എന്ത് ചെയ്യണം, ഇൻഫർമേഷൻസ് കൊടുക്കണം. അപ്പൊ എന്താണ് നമ്മുടെ മാപ്പിലെ 1 സെന്റിമീറ്റർ എന്ത് ചെയ്യാണ്, ഇവിടെ 2,50,000 സെന്റിമീറ്റർ എന്ത് ചെയ്യാണ്, കാണിക്കുകയാണല്ലേ, 2,50,000 സെന്റിമീറ്റർ കാണിക്കുകയാണ്. അപ്പൊ ഇതിനെ നമ്മൾ കിലോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അത് നമുക്ക് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യാണ്, നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്താ 2,500 മീറ്റർ, അതായത് 2.5 കിലോമീറ്റേഴ്സ്. 2.5 കിലോ, അതായത് എൻ്റെ മാപ്പിലെ 1 സെൻറ്റിമീറ്റർ എന്താണ് നമ്മുടെ ലാൻഡിൽ 2.5 കിലോമീറ്റർ ആണല്ലേ ഏകദേശം കാണിക്കുന്നത്. ഇതിനകത്ത് എന്ത് ചെയ്യാണ്, എനിക്കൊരു പോണ്ടുണ്ട്. ആ പോണ്ട് എന്താണ് വളരെ ചെറുതാണ്, ഒരു എന്താണ് 100 മീറ്റർ മാത്രം, 100 മീറ്റർ വീതിയും 100 മീറ്റർ നീളവും ഉള്ള അല്ലേ, അത്രയും ചെറുതായിട്ടുള്ളൊരു പോണ്ടുണ്ട്. ആ പോണ്ട് എനിക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോടാ? എൻ്റെ 2.5 കിലോമീറ്റർ ഞാൻ എന്ത് ചെയ്യണം, ഒരു 2.5 കിലോമീറ്റർ എടുത്തപ്പോൾ അതിനകത്ത് എന്താണ് ഒരു 100 മീറ്റർ നീളത്തിൽ എന്ത് ചെയ്യാണ്, ഒരു കുളമുണ്ട്. ആ കുളത്തിനെ എനിക്ക് ഇവിടെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല അല്ലേ.
കാര്യം എന്താണ്, ഇവിടെ 1 സെന്റിമീറ്റർ 2.5 കിലോമീറ്റർ, ലാൻഡിൽ 2.5 കിലോമീറ്റർ കാണിക്കുകയാണ്. അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് എന്താ ചെറിയ സാധനങ്ങൾ അല്ലെങ്കിൽ എന്താണ് തോത് കുറഞ്ഞ ആളുകളെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റെപ്രസെന്റ് ചെയ്യാൻ കഴിയൂല അല്ലേ. എന്നാൽ ഞാൻ 1:25,000 എന്ന് പറയുന്ന സ്കെയിലിലേക്ക് വരുമ്പോൾ 1:25,000 എന്ന് പറയുന്ന സ്കെയിലിലേക്ക് വരുമ്പോൾ ഇവിടെ എന്താണ് 1 സെന്റിമീറ്റർ കാണിക്കുന്നത് 0.25 കിലോമീറ്റേഴ്സ് ആണല്ലേ. 0.25 കിലോമീറ്റേഴ്സ് ആണ്, അതായത് 1/4 കിലോമീറ്ററെ കാണിക്കുന്നുള്ളൂ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഇവിടെ എന്ത് ചെയ്യാം 100 മീറ്റർ നീളമുള്ള ആ കുളത്തിനെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും അല്ലേ, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കൂടുതൽ ആൾക്കാരെ അല്ലേ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടെ എന്താണ് കുഞ്ഞു കുഞ്ഞു ഒബ്ജക്ട്സിനെ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മാപ്പിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതായത് കൂടുതൽ ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ സ്കെയില് അതായത് സ്കെയില് എന്താണ് സ്മോൾ സ്കെയിൽ എന്ന് പറയുമ്പോൾ, സ്മോൾ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് 2,50,000 1:2,50,000 എന്ന് പറയുന്ന ഈ മാപ്പ് 1 സ്മോൾ സ്കെയിൽ അല്ലെങ്കിൽ ചെറിയ തോത് ഭൂപടം. കാര്യം എന്താണ്, അവിടെ വളരെ ചെറിയ അല്ലെങ്കിൽ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റെപ്രസെന്റ് ചെയ്യാൻ കഴിയുള്ളൂ. എന്നാൽ നമ്മൾ 1:25,000 എന്ന് പറയുന്ന ടോപ്പോഗ്രാഫിക്കൽ മാപ്പിലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൂടുതൽ ആൾക്കാരെ അവിടെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെന്താണ്, വലിയ തോത് ഭൂപടമാണ്, വലിയ തോത് ഭൂപടമാണ്. അതായത് എന്താണ്, നമ്മുടെ മാപ്പ് 2 ആണ് കേട്ടോ, മാപ്പ് 2 ആണ് എന്ത്, വലിയ തോത് ഭൂപടം. മനസ്സിലായോ എന്താണ് കോൺസെപ്റ്റ്? നമ്മുടെ ശരിക്കും ആ ന്യൂമറിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ കാണിക്കുന്ന നമ്പേഴ്സിന്റെ എന്താണ് ബേസിസിലല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, അതൊരു ചെറിയ തോത് ഭൂപടമാണോ വലിയ തോത് ഭൂപടമാണോ എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത്. എന്നാൽ നേരെ മറിച്ച് എന്താണ്, അതിനകത്തേക്കല്ലേ ആ ഒരു പർട്ടിക്കുലർ മാപ്പിനകത്തേക്ക് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഒബ്ജക്ട്സിന്റെ അല്ലെങ്കിൽ സാധനങ്ങളുടെ അല്ലെങ്കിൽ എന്താണ് സവിശേഷതകളുടെ അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെ അല്ലെങ്കിൽ എന്താണ് കുന്നുകളുടെ മലകളുടെ അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ളതും ആർട്ടിഫിഷ്യലുമായിട്ടുള്ള എന്താണ് സാധനങ്ങളെ നമുക്ക് എത്രത്തോളം അതിനകത്തേക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമോ അതിന്റെ അളവിലാണ് എന്ത് ചെയ്യുന്നത് ചെറിയ തോത് വലിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇനി തെറ്റിക്കോ, നമ്മൾ ഇനി ഒരിക്കലും തെറ്റിക്കരുത്. ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും എന്തായിരിക്കും 1 സെന്റിമീറ്ററിൽ എന്തായിരിക്കും കൂടുതൽ നീളത്തിന് അല്ലെങ്കിൽ അവരുടെ സ്കെയില് നമ്മൾ ചെറിയ തോത് ഭൂപടം എന്ന് കേൾക്കുമ്പോൾ അവർ നമ്മൾ പറയുന്ന സമയത്ത് എന്തായിരിക്കും ഒരു വലിയ ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും അവർ കാണിക്കുന്നത്. പക്ഷെ എന്താണ് അവർക്ക് ഒരുപാടധികം സാധനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, റെപ്രസെന്റ് ചെയ്യാൻ കഴിയില്ല അല്ലേ. എന്നാൽ നമ്മൾ എന്താണ് വലിയ തോത് ഭൂപടങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് നമ്മൾ പറയുന്ന ന്യൂമറിക്കൽ വാല്യൂ എന്തായിരിക്കും, ചെറുതായിരിക്കും. പക്ഷെ എന്താണ് അവിടെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്ന സാധനങ്ങൾ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ നമ്മുടെ എന്താണ് ചെറിയ തോത് ഭൂപടങ്ങളുടെ എക്സാമ്പിൾ ആണ് നമ്മുടെ അറ്റ്ലസ് അല്ലേ, ലോക ഭൂപടം അല്ലെ, ലോക ഭൂപടത്തിലേക്ക് വരുമ്പോൾ എന്താണ് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, രാജ്യങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് അല്ലെ, പൊളിറ്റിക്കൽ മാപ്സ് അല്ലെ, അതൊക്കെ ഒത്തിരി അധികം സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് വളരെ കുഞ്ഞായിട്ടൊരു സ്പേസിൽ റെപ്രസെന്റ് ചെയ്യണം. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നിന്റെയും ഒരു എന്ത് ചെയ്യാൻ പറ്റില്ല, സവിശേഷതകൾ നമുക്ക് അറിയാൻ പറ്റില്ല. ഇന്ന സാധനങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അറ്റ്ലസ് നമ്മുടെ എന്താണ് വേൾഡ് മാപ്പ് അല്ലേ, വേൾഡ് മാപ്പ്, അതുപോലെ തന്നെ എന്താണ് അറ്റ്ലസ് ഭൂപടം, വാളിൽ നമ്മൾ ഒട്ടിക്കുന്ന വലിയ ലോകരാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെയൊക്കെ മാപ്പില്ലേ, അതൊക്കെ എന്താണ് ചെറിയ തോത് അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ മാപ്പുകളുടെ ഉദാഹരണങ്ങളാണ്. എന്നാൽ വലിയ തോത് ഭൂപടങ്ങളിലേക്ക് വരുമ്പോൾ എന്താണ് കാഡസ്ട്രൽ അതുപോലെ തന്നെ ടോപ്പോഗ്രാഫിക്കൽ മാപ്പ് ഒക്കെ എന്താണ് ഈ ഒരു വലിയ തോത് ഭൂപടങ്ങളുടെ എന്താണ് എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ കാഡസ്ട്രൽ മാപ്പ് അറിയാമല്ലോ അല്ലേ, നമ്മുടെ എന്താണ് ഈ നമ്മുടെ എന്താണ് ഈ വില്ലേജുകളിലൊക്കെ സൂക്ഷിക്കുന്ന അല്ലെ, വില്ലേജുകളിലൊക്കെ സൂക്ഷിക്കുന്ന എന്താണ് ഒരു തരം മാപ്പിനെയാണ് നമ്മൾ കാഡസ്ട്രൽ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ഇപ്പോൾ എൻ്റെ പുരയിടത്തിന്റെ അതിർത്തി, എൻ്റെ തൊട്ടപ്പുറത്തുള്ള ആളുടെ പുരയിടത്തിന്റെ അതിർത്തി, ഇങ്ങനെയുള്ള അതിർത്തികളും മറ്റു കെട്ടിടങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വില്ലേജുകളിലും മറ്റും എന്ത് ചെയ്യുന്ന സൂക്ഷിക്കുന്ന ഭൂപടങ്ങളെയാണ് നമ്മൾ കാഡസ്ട്രൽ ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. വില്ലേജുകൾ എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ എന്താണ് ഈ മാപ്പിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്താണ് വില്ലേജ് മാപ്സ് അല്ലെങ്കിൽ ഗ്രാമ ഭൂപടങ്ങൾ എന്നുള്ളത്. ക്ലിയർ ആയോ? അപ്പൊ ചെറിയ തോത് വലിയ തോത് മാപ്പുകൾ തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയോ? ഇനി തെറ്റിക്കോ? ഓക്കെ ആണോ? അത് ഓക്കെ ആണോ? എന്തുകൊണ്ട് എന്താണ് 2,50,000 ചെറിയ തോതായി, എന്തുകൊണ്ട് 1:25,000 വലിയ തോതായി എന്ന് ക്ലിയർ ആയോ? എന്തുകൊണ്ട് അത് ലാർജ് സ്കെയിലായി, എന്തുകൊണ്ട് ഇത് സ്മോൾ സ്കെയിൽ ആയി എന്നുള്ള കാര്യം ക്ലിയർ ആയോ? ഇനി നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, തെറ്റിക്കരുത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ന്യൂമറിക്കൽ വാല്യൂ ചെറുതായിട്ടുള്ള കാരണം എന്താണ് അവിടെയാണ് കൂടുതൽ ആൾക്കാർ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്നത്. അതിന് നമ്മൾ വലിയ തോത് ഭൂപടങ്ങൾ എന്നും മറ്റേ ആൾ നമ്മൾ എന്താണ് ചെറിയ തോത് ഭൂപടങ്ങൾ എന്നുമാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ആ കാര്യം നമുക്ക്
ക്ലിയർ ആയി, അത്രയും കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയി. ഇനി എന്താണ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ലാറ്റിറ്റ്യൂഡുകളും ലോഞ്ചിറ്റ്യൂഡുകളും എന്ത് ചെയ്യാൻ പറ്റി കാണിക്കുമെന്ന് നമ്മൾ എന്ത് ചെയ്തു റെപ്രസെന്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി നോക്കട്ടെ, ഈ വലിയ തോത് ഭൂപടങ്ങളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നത് റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്ന എല്ലായിടത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലാറ്റിറ്റ്യൂഡുകളും ലോഞ്ചിറ്റ്യൂഡുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, വരച്ചു ചേർക്കാൻ കഴിയണമെന്നില്ല അല്ലെ, അതല്ലെങ്കിൽ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കില്ല അല്ലെ, നമുക്ക് അതിർത്തികളായിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നത് വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അതങ്ങനെ വിട്ടുകളയാനും പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ഒരു ഭൂപടത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവരെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നോർത്ത് സൗത്ത് ഡയറക്ഷനിലും ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലും, അതായത് ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലും അതുപോലെ തന്നെ വടക്ക് തെക്ക് ദിശയിലും എന്ത് ചെയ്യുന്ന പാരലായിട്ട് റൺ ചെയ്യുന്ന കുറച്ച് ലൈൻസ്, റെഡ് കളർ ലൈൻസ് വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ ലാറ്റിറ്റ്യൂഡിനെയും ലോഞ്ചിറ്റ്യൂഡിനെയും എന്ത് ചെയ്യും, കുറച്ചുകൂടെ മിനിമലിസ്റ്റിക് ആയിട്ട് എന്ത് ചെയ്യും റെപ്രസെന്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ഒരു മാപ്പ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാപ്പിനകത്ത് എന്ത് ചെയ്യും, ഇങ്ങനെയും കുറെ വരകൾ കാണും, ഇത് നോർത്ത് സൗത്ത് വരകൾ, ഇത് ഈസ്റ്റ് വെസ്റ്റ് വരകൾ. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കുന്ന, അതായത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ലോഞ്ചിറ്റ്യൂഡിന്റെ ആ ഒരു രീതിയിൽ വരയ്ക്കുന്ന വരകളെ നമ്മൾ എന്ത് പറയും, വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് പറയും, ഈസ്റ്റിങ്സ് എന്ന് പറയോ നോർത്തിങ്സ് എന്ന് പറയോ? വടക്ക് തെക്ക് ദിശയിൽ അല്ലെങ്കിൽ നോർത്ത് സൗത്ത് ദിശയിൽ വരയ്ക്കുന്ന വരകളെ നമ്മൾ ഈസ്റ്റിങ്സ് എന്ന് പറയോ നോർത്തിങ്സ് എന്ന് പറയോ? എന്താണ് പറയുന്നത്, വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കുന്ന ആൾക്കാരെ? നോർത്ത് സൗത്ത് ദിശ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നോർത്തിങ്സിലേക്ക് എന്ത് ചെയ്യും പോവാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ അല്ല, നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വരയ്ക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. ഇത് നോക്കടാ, ഈസ്റ്റിലോട്ടല്ലേ പൊക്കോണ്ടിരിക്കുന്നത് അല്ലെ, ഈസ്റ്റിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിങ്ങനെ പാരലായിട്ട് വരച്ച് പോകുന്നത് ഈസ്റ്റിലോട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവര് നമ്മൾ ഈസ്റ്റിങ്സ് എന്ന് വിളിക്കും. ഇനി കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ അല്ലെങ്കിൽ ഈസ്റ്റ് വെസ്റ്റ് ദിശയിൽ വരയ്ക്കുന്ന ആൾക്കാരെ നമ്മൾ എന്ത് പറയും, നോർത്തിങ്സ്. നമ്മൾ നോക്കണം, ഒരു ഭൂപടം നോക്കുമ്പോഴേക്കും ഇത് നോർത്തിലോട്ടല്ലേ കൂടുതൽ, നമ്മൾ ഈ താഴെ നോക്കുമ്പോൾ നോർത്തിലോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ നമ്മൾ നോർത്തിങ്സ് എന്നും പറയും. അപ്പോൾ നോർത്ത് സൗത്ത് ദിശയിൽ വരയ്ക്കുന്ന ആൾക്കാരെ ഈസ്റ്റിങ്സ് എന്നും, ഈസ്റ്റ് വെസ്റ്റ് ദിശയിൽ വരയ്ക്കുന്ന ആൾക്കാരെ, അങ്ങനെ പാരലായിട്ട് വരയ്ക്കുന്ന ആൾക്കാരെ നമ്മൾ നോർത്തിങ്സ് എന്നും പറയും. ഇവർ കൂട്ടിമുട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും, നമുക്ക് കുറെ ചതുരങ്ങൾ കിട്ടും അല്ലെ, ഇവിടെ ചതുരം, അങ്ങനെയുള്ള ചതുരങ്ങളെ അല്ലെങ്കിൽ ഈസ്റ്റിങ്സും നോർത്തിങ്സും തമ്മിൽ എന്ത് ചെയ്യാണ്, യെസ്, ഒരുപാട് ആൾക്കാർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈസ്റ്റിങ്സ് എന്ന്. അപ്പം ഇവർ തമ്മിൽ അല്ലെ, ഈ രണ്ട് നോർത്തിങ്സും ഈസ്റ്റിങ്സും ചേർന്നുണ്ടാകുന്ന ജാലികകളെ അല്ലെങ്കിൽ ആ ഉണ്ടാകുന്ന ചതുരക്കട്ടകളെ നമ്മൾ റെഫറൻസ് ഗ്രിഡുകൾ എന്ന് പറയും, അല്ലെങ്കിൽ റെഫറൽ ഗ്രിഡുകൾ എന്ന് പറയും. റെഫറൻസ് ഗ്രിഡുകൾ അല്ലെങ്കിൽ റെഫറൽ ഗ്രിഡുകൾ എന്ന് എന്ത് ചെയ്യും പറയുന്നു. അപ്പൊ ഈസ്റ്റിങ്സും നോർത്തിങ്സും തമ്മിൽ എന്ത് ചെയ്യുക, ചേരുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ജാലികളെ നമ്മൾ റെഫറൻസ് ഗ്രിഡ് അല്ലെങ്കിൽ റെഫറൽ ഗ്രിഡ് എന്നും പറയുന്നു. അപ്പൊ നമ്മൾ ഏകദേശം ഈസ്റ്റിങ്സും നോർത്തിങ്സും എന്താണെന്ന് നമ്മൾ നോക്കി. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ആ ടോപ്പോഗ്രാഫിക് മാപ്സ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് കവർ ചെയ്ത് വന്നാലും ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വന്നു, നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് റിഫ്രഷ് ചെയ്തു വന്നു. ഇനി നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നോക്കുക. അപ്പൊ ഇവിടെ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യമാണ് അല്ലെ, സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈസ്റ്റിങ്സിനെ പറ്റിയാണ് അല്ലെ, ഈസ്റ്റിങ്സിനെ പറ്റിയാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇനി ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈസ്റ്റിങ്സിനെ പറ്റിയാണ്, ശരിയായവ തിരഞ്ഞെടുക്കാനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ചോദിച്ചിട്ടുള്ളത്. ഇനി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കടാ, വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ. വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ ശരിയാണ്. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, വടക്ക് തെക്ക് ദിശയിൽ അതായത് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വരയ്ക്കുന്ന രേഖകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈസ്റ്റിങ്സ് എന്ന് പറയുന്നത്. ഇനി കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ എന്താണ്, നോർത്തിങ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി ധരാതലീയ ഭൂപടത്തിൽ കാണുന്നു, എന്താണ് ടോപ്പോഗ്രാഫിക്കൽ മാപ്പുകളിൽ കാണുന്നു എന്ന് പറയുന്നത് കറക്റ്റ് ആണല്ലേ.
കറക്റ്റ് ആണ്. ഇനി മൂല്യം രേഖപ്പെടുത്താറില്ല, തെറ്റാണ്. അതിലെന്താണ് മൂല്യം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും എന്നാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ് അവർ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനും ലാറ്റിറ്റ്യൂഡിനും എന്താണ് കുറച്ചും കൂടെ എന്താണ് നമുക്കിപ്പോൾ എന്താണ് ശരിക്കും ഒരു ഇൻ്റർവെല്ലിലൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുക, അവരിപ്പോൾ ഒരു 15 മിനിറ്റ് ഇൻ്റർവെൽ അങ്ങനെ ഒരു രീതിയിലായിരിക്കില്ല, ചിലപ്പോൾ കുറച്ചും കൂടെ എന്തായിരിക്കും ചുരുങ്ങിയ ഒരു ഇൻ്റർവെല്ലിലായിരിക്കും അവരെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു എന്താണ് അത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും, മൂല്യം ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്താണ് നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 1ഉം 3ഉം ആണ് എന്ത് ചെയ്തിട്ട് ഈസ്റ്റിങ്സിനെ സംബന്ധിച്ചിടത്തോളം ശരിയായിട്ടുള്ള ആൾക്കാർ. അപ്പം നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ബി ആണല്ലേ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ബി ആണ്, ബി ആണ്. ക്ലിയർ ആയോ? കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. ആർക്കൊക്കെ കിട്ടി? 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. യെസ്, ബി പറഞ്ഞിട്ടുണ്ട്. യെസ്, കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താണ് ഒന്നാമത്തെ ചോദ്യം ഈസ്റ്റിങ്സിനെ സംബന്ധിച്ചിടത്തോളതായിരുന്നു. അവിടെ എന്താണ് വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ്, അത് കറക്റ്റ് ആണ്. കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളെ നമ്മൾ നോർത്തിങ്സ് എന്നാണ് പറയുന്നത്. ധരാതലീയ ഭൂപടങ്ങളിലാണ് ഇവർ കാണപ്പെടുന്നത്. മൂല്യം രേഖപ്പെടുത്താറുണ്ട്, അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അങ്ങനെ 2 സ്റ്റേറ്റ്മെന്റ് തെറ്റ്, 2ഉം 4ഉം തെറ്റും, 1ഉം 3ഉം ശരിയുമാണ്. കറക്റ്റ് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ മഞ്ഞ് തീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതെന്നാണ് ചോദ്യം. ഏതാണ്ടാ മഞ്ഞ് തീനി എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? പറഞ്ഞോളൂ പറഞ്ഞോളൂ. നമ്മൾ ലോക്കൽ മീൻസ് അല്ലേ, ലോക്കൽ മീൻസ് എന്ന് പറഞ്ഞാൽ PSCക്ക് വളരെ ഇഷ്ടമുള്ള ഒരു മേഖലയാണ്. ഒരുപാടധികം ചോദ്യങ്ങൾ എന്ത് ഈ ഭാഗങ്ങളിൽ നിന്ന് ചോദിക്കാറുണ്ട്. നമ്മുടെ ക്ലാസ്സിലല്ലേ വിൻസ് എന്ന് പറയുന്ന സെഷനിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് എടുത്തിട്ടുണ്ട് അല്ലേ, നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്തു, നമ്മൾ ഒത്തിരി അധികം എന്താണ് പ്രാദേശികവാദങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, പ്രാദേശികവാദങ്ങളെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, ഡി ആണല്ലേ, ചിനൂക്ക് ആണെന്ത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ചിനൂക്കാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി കുറച്ച് പ്രാദേശികവാദങ്ങൾ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. അപ്പം നമുക്കറിയാം അല്ലേ, മഞ്ഞ് തീനി അല്ലെങ്കിൽ സ്നോ ഈറ്റർ എന്നറിയപ്പെടുന്ന ചിനൂക്ക് അതൊരു ഹോട്ട് ആൻഡ് ഡ്രൈ ആണ് കേട്ടോ, അതൊരു വരണ്ട കാറ്റാണ്. എന്താണ് വരണ്ട കാറ്റാണ്. നമുക്കറിയാലേ റോക്കീസ് അല്ലെ, നോർത്ത് അമേരിക്കയിലെ റോക്കീസ് മൗണ്ടൻസിൽ വീശുന്നതാണ് ഏത്, ചിനൂക്ക് എന്ന് പറയുന്ന പ്രാദേശികവാദം. ഇനി ഫോയിൻ വിൻഡ് നമ്മുടെ ഓപ്ഷനിലുണ്ടല്ലേ, ഫോയിൻ വിൻഡും എന്താണ് ഒരു ഡ്രൈ വിൻഡ് ആണ് അല്ലെ, ഒരു വരണ്ട കാറ്റാണ്. അതെവിടെയാണ്? ആൽപ്സിലാണ് അല്ലേ, ആൽപ്സിലാണ് എന്ത് ചെയ്യുന്നത് ഫോയിൻ വിൻഡ് വീശുന്നത്. ഇനി നമ്മുടെ എന്താണ് ഹർമാറ്റൻ ഗിനിയ ഡോക്ടർ എന്നറിയപ്പെടുന്ന അല്ലെ, ഗിനിയ ഡോക്ടർ എന്നറിയപ്പെടുന്ന ഹർമാറ്റൻ വെസ്റ്റ് ആഫ്രിക്കയിലുള്ളതാണ് അല്ലേ, വെസ്റ്റ് ആഫ്രിക്കയിലുള്ളതാണ്. ഇനി ലൂ ചോദിക്കുകയാണെങ്കിൽ ലൂ എന്താണ് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ വീശുന്ന അല്ലെ, നോർത്ത് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്ന വീശുന്ന ഒരു പ്രാദേശികവാദമാണ് ഇത് ലൂ എന്ന് പറയുന്നത്. ഇനി മിസ്ട്രൽ വളരെ ഫേമസ് ആയിട്ടുള്ള എന്താണ് ഒരു പ്രാദേശികവാദമാണ് ഹംഗറി അല്ലേ, ഹംഗറിയിൽ നിന്ന് നോർത്ത് ഇറ്റലിയിലേക്ക് വീശുന്ന, മിസ്ട്രൽ ആൽപ്സിൽ തന്നെയാണ് കേട്ടോ, മിസ്ട്രല് ഒരു കോൾഡ് വിൻഡ്, തണുത്ത കാറ്റാണ്, ആൽപ്സിലാണ് കേട്ടോ, ആൽപ്സിലാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്താ നോർവെസ്റ്റർ എന്താണ് ന്യൂസിലാൻഡിലുള്ളതാണ്. ന്യൂസിലാൻഡിൽ വീശുന്ന ഒരു എന്താണ് കാറ്റാണ് ഏത് നോർവെസ്റ്റർ എന്ന് പറയുന്നത്. ഒരു ചൂടുകാറ്റാണെന്ന് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക. ഇനി സിറോക്കോ നമുക്കറിയാല്ലേ, സിറോക്കോ എന്ന് പറയുന്നത് സഹാറയിൽ വീശുന്നതാണ്. മെഡിറ്ററേനിയൻ്റെ ഭാഗത്തുനിന്ന് സഹാറ മരുഭൂമിയുടെ ഭാഗത്തേക്ക് വീശുന്ന കാറ്റാണ് സിറോക്കോ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെ എന്താണ് നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ലോക്കൽ വിൻസ് ആണ്. നമ്മൾ കൂടുതൽ ലോക്കൽ വിൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, അത് ജസ്റ്റ് നോട്ട്സിൽ എന്ത് ചെയ്യുക വൃത്തിക്ക് നോക്കുക. ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താണ് ഗിനിയ ഡോക്ടർ എന്നാണ് ഇപ്പൊ മഞ്ഞുതീനി എന്നറിയപ്പെടുന്നത് പോലെ തന്നെ അറിയപ്പെടുന്നതാണ് അല്ലെ. ഹർമാറ്റന്റെ മറ്റൊരു പേരാണ് ഗിനിയ ഡോക്ടർ എന്ന് പറയുന്നത്. അപ്പൊ അത് എന്ത് ചെയ്യാം ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. മഞ്ഞുതീനി എന്നറിയപ്പെടുന്നത് പോലെ തന്നെ ഹർമാറ്റൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗിനിയ ഡോക്ടർ എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ ആഗോള മർദ്ദമേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല ഏത് എന്നുള്ളതാണ് ചോദ്യം. അതിനു മുന്നേ നമുക്ക് എത്ര മർദ്ദമേഖലകളുണ്ട്, എണ്ണമായിട്ടല്ല ഞാൻ ചോദിച്ചത്, ഏതൊക്കെയാണ് പേര് പറഞ്ഞാൽ മതി.
എത്ര മർദ്ദമേഖലകളുണ്ട്? എല്ലാം ഈ ഓപ്ഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലേ. പ്രധാനമായിട്ടും നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ 4 മർദ്ദമേഖലകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൊത്തത്തിൽ തിരിക്കാൻ പറ്റും. അതെന്താണ്? 2 എന്താണ് അർദ്ധഗോളങ്ങളിലുമായിട്ട് മൊത്തം 7 എണ്ണം അല്ലേ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഇതിൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല 2 എണ്ണം ഉണ്ടല്ലേ. നമ്മുടെ മധ്യരേഖ എന്താണ് ന്യൂനമർദ്ദ മേഖലയ്ക്ക് മുകളിലും താഴെയുമായി കാണപ്പെടുന്നു. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല 2 അർദ്ധഗോളങ്ങളിലുമായിട്ട് 2 ആൾക്കാരുണ്ട്. ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരും എന്താണ് 2 ആൾക്കാരുണ്ട്. ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതും എന്താണ് 2 ആൾക്കാരുണ്ട്. നമ്മുടെ ഇതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേറ്ററിന്റെ ഭാഗത്തുള്ളതാണ് എന്താണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ സോൺ അല്ലെങ്കിൽ എന്താണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല എന്നറിയപ്പെടുന്നത്. അതിന് തൊട്ട് മുകളിലായിട്ട് എന്താണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. അതിന് തൊട്ട് മുകളിലായിട്ട് എന്താണ് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. 90 ഡിഗ്രി 2 പോളുകളിലായിട്ട് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് നമ്മുടെ മൊത്തത്തിലുള്ള മർദ്ദമേഖലകൾ. മൊത്തം എത്ര നമുക്ക് 7 മർദ്ദമേഖലകളുണ്ട്. 2 അർദ്ധഗോളങ്ങളിലുമായി 6 എണ്ണം. ദെൻ എന്താണ് ഇക്വറ്റോറിയൽ സോണിൽ അല്ലെ, ഇക്വറ്റോറിയൽ സോണിൽ ഒരാൾ. അങ്ങനെ മൊത്തം 7 മർദ്ദമേഖലകളിൽ ഇൻ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ മൊത്തം നമുക്ക് എന്താണ് 4 പേര് പറയുമ്പോൾ 4 എന്താണ് മർദ്ദമേഖലകളെ നമ്മൾ പേരെടുത്ത് പറയുന്നുള്ളൂ അല്ലെ. ഇനി നമ്മുടെ ചോദ്യം ഈ ആഗോള മർദ്ദമേഖലയിൽ ഈ എന്താണ് 7 ആൾക്കാരിലും നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല ഏത് എന്നുള്ളതാണ് ചോദ്യം. നിർവാത മേഖല എന്ന് പറയുന്ന കാറ്റ് വീശാത്ത എന്നൊരു മീനിങ് ആണ് അല്ലെ നിർവാതം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മേഖല ഏതാണെടാ? കാറ്റ് എന്ത് ചെയ്യാത്ത വീശാത്ത മേഖല, അതാണ് നിർവാത മേഖല എന്ന് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലൊരു മേഖല ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും? ഉണ്ടെങ്കിൽ അല്ല, ഉണ്ട്. അത് ഏത് മേഖലയാണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയാണോ, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയാണോ, മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയാണോ, അതോ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയാണോ? സ്ക്രീൻ സൂം ചെയ്യണോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൾക്കാര്. യെസ്, കറക്റ്റ് ആണല്ലേ. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഡോൾഡ്രംസ് എന്നറിയപ്പെടുന്ന അല്ലെ. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ഡോൾഡ്രംസ് എന്ന് പറയും അല്ലെ. ഡോൾഡ്രംസ് എന്ന് പറയും. അതുപോലെ തന്നെ എന്താണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്ന് പറയും അല്ലെ. ITCZ ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്ന് പറയും. അതുപോലെ തന്നെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ സോൺ എന്ന് പറയും. ഈ ഏത് പേരിൽ ചോദിച്ചു കഴിഞ്ഞാലും എന്താണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല ഡോൾഡ്രംസ് എന്ന് പറയാറുണ്ട്, ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്ന് പറയാറുണ്ട്, ഇക്വറ്റോറിയൽ ലോ പ്രഷർ സോൺ എന്ന് പറയാറുണ്ട്. ഈ 3 പേരുകളിലും അറിയപ്പെടുന്ന ഒരേ ഒരാളായിട്ടുള്ള മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ് ഇത് നമ്മുടെ നിർവാത മേഖല എന്നറിയപ്പെടുന്ന അല്ലെ. നിർവാത മേഖല എന്നറിയപ്പെടുന്ന അല്ലെ. അതുപോലെ തന്നെ എന്താണ് കോറിയോലിസ് ഫോഴ്സ് അല്ലെ. കോറിയോലിസ് ബലം എന്താണ് നമ്മുടെ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഈ ITCZ എന്ന് പറയുന്ന ഈ ഒരു മേഖലയിൽ 0 ആണല്ലേ, അല്ലെങ്കിൽ നില്ലാണ്. അവിടെ എന്ത് ചെയ്യുന്നില്ല, കൊറിയോലിസിസ് ഇഫക്റ്റ് എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല അല്ലെ. കൊറിയോലിസിസ് ഇഫക്റ്റ് കാണുന്നില്ല. ഇനി എന്താണ് നമ്മുടെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും തുടർച്ചയായി എന്ത് ചെയ്യുന്നുണ്ട്, കാറ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വീശുന്നുണ്ട്. തുടർച്ചയായിട്ട് അവർ വീശുന്നുണ്ട്. അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രേഡ് വിൻഡുകൾ അല്ലെങ്കിൽ വാണിജ്യവാദങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അവരെന്താണ് ഈസ്റ്റേർലീസ് ആണല്ലേ. ഈസ്റ്റേർലീസ് ആണ് അവരെന്താണ് ഈസ്റ്റ് ദിശയിലേക്ക് തുടർച്ചയായിട്ട് വീശുന്നതുകൊണ്ട് അവരെ ഈസ്റ്റേർലീസ് നമ്മൾ എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത് അല്ലെ. ഈസ്റ്റേർലീസ് നമ്മൾ വിളിക്കുന്നത് അവർ നമ്മൾ അറിയപ്പെടുന്ന മറ്റു പേരുകൾ വാണിജ്യവാദങ്ങളെന്നും അല്ലെങ്കിൽ ട്രേഡ് വിൻഡുകളെന്നും എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ എന്ത് ചെയ്യുന്നില്ല, ഇവരൊരിക്കലും എന്ത് ചെയ്യുന്നില്ല ഈ ന്യൂനമർദ്ദ മേഖലയിലേക്ക് എത്തിപ്പെടുന്നില്ല. കാര്യം എന്താണ്, ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് എന്താണ് ചൂട് പിടിച്ച് ഉയർന്നു പൊങ്ങും അല്ലെ. അങ്ങനെ എന്ത് ചെയ്യും ഇവരെന്ത് ചെയ്യും ഈ ഒരു ന്യൂനമർദ്ദ മേഖല എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഒരിക്കലും ക്ലിയർ ചെയ്യാൻ കഴിയില്ല. അവരെന്ത് ചെയ്യും ഇവിടെ എത്തും ഉയർന്നു പൊങ്ങും. അതാണ് എന്ത് ചെയ്യുന്നത് ക്ലിയർ ആയിട്ട് നടന്നുകൊണ്ട് അത് അങ്ങനെ എന്ത് ചെയ്യും ഒരു സെല്ല് രൂപപ്പെടും അല്ലെ. ഈ ഒരു ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും
എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ ഒരു ന്യൂനമർദ്ദ മേഖല എന്താണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് എത്തുന്നു, ഉയർന്നു പൊങ്ങുന്നു. അങ്ങനെ എന്ത് ചെയ്യും, ഒരു എന്താണ് സെല്ലുലാർ സർക്കുലേഷൻ വരുന്നുണ്ട് അല്ലേ, ഒരു സെല്ലുലാർ സർക്കുലേഷൻ വരുന്നുണ്ട്. ഇതിന് നമ്മൾ എന്ത് പറയും, ഹാർഡ്ലി സെൽ എന്ന് പറയും, ഹാർഡ്ലി സെൽ എന്ന് പറയും. അതിനുശേഷം എന്താണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയ്ക്കും അതുപോലെ തന്നെ എന്താണ് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയ്ക്കും ഇടയിൽ മറ്റൊരു സെല്ലുലാർ സർക്കുലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അതിന് നമ്മൾ ഫെറൽ സെൽ എന്ന് പറയുന്നു. ഇനി നമ്മൾ എന്താണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയ്ക്കും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലയ്ക്കും ഇടയിൽ മറ്റൊരു സെല്ലുലാർ സർക്കുലേഷൻ നടക്കുന്നു. അതിന് നമ്മൾ പോളാർ സെൽ എന്ന് പറയുന്നു. അങ്ങനെ മൊത്തം എന്താണ് 3 സെല്ലുലാർ സർക്കുലേഷൻ അല്ലെ, 2 അർദ്ധഗോളങ്ങളിലുമായി മൊത്തം 6 സെല്ലുലാർ സർക്കുലേഷൻ. എന്താണ് ഹാർഡ്ലി സെല്ല്, എന്താണ് ഫെറൽ സെല്ല്, അതുപോലെ തന്നെ പോളാർ സെല്ല് അല്ലേ. ഇനി എന്താണ് ഇതിൻ്റെ ഇടയിൽ അല്ലേ, ഇവിടെ എന്താണ് നമ്മുടെ ഈ ഒരു ഈ സെല്ലുലാർ സർക്കുലേഷൻസ് എന്ത് ചെയ്യുന്നത്, കൺവെർജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് 2 ജെറ്റ് സ്ട്രീമുകൾ ഉണ്ടാകുന്നുണ്ട് അല്ലേ, ജെറ്റ് സ്ട്രീമുകൾ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ എന്താണ് ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു ഭാഗമൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പോകുക, ഒന്ന് നോക്കുക കേട്ടോ. ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ വരാൻ സാധ്യതയുള്ളതാണ്, ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. ഇനിയാണ് നമ്മുടെ എന്താണ് നമുക്കിനി കാത്തിരിക്കുന്ന നമ്മുടെ എന്താണ് LD എക്സാമിനും വേണമെങ്കിൽ ചോദിക്കാൻ എന്താണ് സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അത്രയൊന്നും എന്ത് ചെയ്യില്ല, അത്രയൊന്നും എന്താണ് നമ്മളെ കുഴപ്പിക്കില്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാം, വിചാരിക്കാം. എന്നാലും അവിടെ എന്താണ് 2 ജെറ്റ് സ്ട്രീമുകൾ ഉണ്ടാകുന്നുണ്ടെന്ന് അവരാരൊക്കെയാണെന്നൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് ഇവിടെ കുറച്ചൊരു മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ, മാത്തമെറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്ര ആയിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് പെട്ടെന്ന് പറഞ്ഞോ, ആൻസർ പറഞ്ഞോ. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണി ആയിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യയിലെ സമയം 12 മണി, ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. കണക്കാണേ, നോക്കടാ. ഇത് ലാറ്റിറ്റ്യൂഡിനും ലോഞ്ചിറ്റ്യൂഡും അല്ലെ, ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും നമ്മൾ പഠിച്ച സമയത്ത് നമ്മളവിടെ പ്രധാനമായി പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒരു കാര്യം എന്താണ് നമ്മുടെ ഈ ലോഞ്ചിറ്റ്യൂഡുകൾ അല്ലെ, ലോഞ്ചിറ്റ്യൂഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്, 360 അല്ലെ, 360 ലോഞ്ചിറ്റ്യൂഡുകൾ അല്ലെ, ലോഞ്ചിറ്റ്യൂഡുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭൂമിയിൽ ഓരോ ഡിഗ്രി ഇടവേളയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ എളുപ്പത്തിന് നമ്മൾ എന്ത് ചെയ്തു, അതിനെ 2 എന്താണ് അർദ്ധഗോളങ്ങളാക്കി മാറ്റി. ഈസ്റ്റേൺ എന്നും വെസ്റ്റേൺ എന്നുമുള്ള 2 ഹെമിസ്ഫിയർ ആക്കി മാറ്റിയിട്ട് ഓരോന്നിലും 180 വെച്ചിട്ടുള്ള ആൾക്കാരായിട്ട് കൊടുത്തു. ഇനി ഇത് എവിടെ തുടങ്ങും അല്ലേ, നമുക്കറിയാം നമ്മുടെ എന്താണ് നമ്മുടെ ലാറ്റിറ്റ്യൂഡിനെ സംബന്ധിച്ച് എന്താണ് കൺസിഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുമായി കമ്പയർ ചെയ്യുമ്പോൾ ലോഞ്ചിറ്റ്യൂഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, എല്ലാവരും എന്താണ് ഒരേ നീളമാണ്, ആർക്കും പ്രത്യേകതകളൊന്നുമില്ല, ആർക്കും എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകത ഒന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്നതാണ് അല്ലെങ്കിൽ ഒരു റെഫറൻസ് ആയിട്ട് ഒരാളെ എടുക്കാൻ കഴിയില്ല. അപ്പൊ എന്ത് ചെയ്തു, 1880-കളിൽ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം ബ്രിട്ടീഷ് സാമ്രാജ്യമാണല്ലേ, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെ കാര്യം എന്താണ്, എല്ലാ നാട്ടിലും എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് കോളനികളുണ്ട് അല്ലെ. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിച്ച ബ്രിട്ടൻ അല്ലെ, ബ്രിട്ടന്റെ എന്താണ് നേതൃത്വത്തിൽ എന്ത് ചെയ്തു, കുറച്ച് ലോകരാഷ്ട്രങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് എന്ത് ചെയ്തു, അവരെന്ത് ചെയ്തു, ഒരു കോൺഫറൻസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്തു, എന്താണ് ലോഞ്ചിറ്റ്യൂഡിനെ ഒരു മാനക രേഖാംശമാക്കി അല്ലെ, ഒരു റെഫറൽ ആയിട്ടുള്ള ഒരു രേഖാംശ രേഖയായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്തു. അപ്പൊ തെരഞ്ഞെടുപ്പ് ഒബ്വിയസ്ലി എന്താണ്, അവരാണ് അന്നത്തെ എന്താണ് വില്ലാളി വീരന്മാരല്ലേ, എല്ലാവരും അടക്കി ഭരിച്ചോണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഒബ്വിയസ്ലി എന്താവും, അവരുടെ എന്താണ് രാജ്യത്തൂടെ പോകുന്ന ഒരു രേഖ എന്ത് ചെയ്തു, ഒരു മാനക രേഖാംശമായിട്ട് എന്ത് ചെയ്തു, അങ്ങ് അല്ലെങ്കിൽ 0 ഡിഗ്രി ആയിട്ട് കൺസിഡർ ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു, ഗ്രീനിച്ചിലൂടെ പോകുന്ന അല്ലെ, ലണ്ടൻ അടുത്തുള്ള ഗ്രീനിച്ചിലൂടെ പോകുന്ന എന്താണ് ഒരു രേഖാംശ രേഖയെ അതിനെന്ത് ചെയ്തു, 0 ഡിഗ്രി ആക്കി എന്ത് ചെയ്തു, അവർ കൺസിഡർ ചെയ്തു. ഇനി 0 ഡിഗ്രിയിൽ നിന്ന് എന്താണ് ഈസ്റ്റ് ഡയറക്ഷനിലും വെസ്റ്റ് ഡയറക്ഷനിലും എന്ത് ചെയ്യുന്നുണ്ട്,
180ഓളം എന്താണ് നമ്മുടെ രേഖാംശ രേഖകൾ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് അർദ്ധഗോളങ്ങളിലുമായിട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഈ 0 ഡിഗ്രിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് വരയ്ക്കുന്ന ആളിനെ നമ്മൾ എന്ത് ചെയ്തു, 180 ആയിട്ട് എടുത്തു. അയാൾ എന്താണ്, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നറിയപ്പെട്ടു. ഇന്റർനാഷണൽ ഡേ ലൈൻ അല്ലെ, ഇന്റർനാഷണൽ ഡേ ലൈൻ എന്ന് എന്ത് ചെയ്തു, അറിയപ്പെട്ടു. ഓക്കെ, അപ്പൊ നമ്മുടെ 0 ഡിഗ്രിയും ഇന്റർനാഷണൽ ഡേ ലൈനും എന്താണ് സ്പെസിഫിക് ആയിട്ട് രണ്ടാൾക്കാരായി. നമുക്കറിയാം ഇതിന്റെ പ്രത്യേകത എന്താണ്, എല്ലാ ഭാഗവും എന്ത് ചെയ്യുന്നുണ്ട്, കടലിലൂടെ കടന്നു പോകുന്ന ആളാണ് അല്ലെ. അങ്ങനെ ഡേറ്റിന്റെ വലിയ ക്ലാഷുകളൊന്നും എന്ത് ചെയ്യാത്ത, നമ്മുടെ ലോകരാഷ്ട്രങ്ങളെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അതിനെ കംപ്ലീറ്റ് ആയിട്ട് വളച്ചു പൊളച്ചൊക്കെ എന്ത് ചെയ്തു, മൊത്തം കടലിലൂടെ തന്നെ വരച്ചു. അപ്പൊ എന്താണ്, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ കഴിഞ്ഞു. ഇനി എന്താണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡുകൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് എന്തിനാണ്, സമയം അല്ലെ, സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 0-യിൽ നിന്ന് 1 ഡിഗ്രിയിലേക്ക് എത്തുമ്പോൾ ലോഞ്ചിറ്റ്യൂഡ് എന്താണ്, 0-യിൽ നിന്ന് 1 ഡിഗ്രിയിലേക്ക് എത്തുമ്പോൾ അവിടെ സമയത്തിനുണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് 4 മിനിറ്റ് ആണ്. അങ്ങനെ 15 ഡിഗ്രി കറങ്ങുമ്പോൾ 1 മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ടാകുന്നു. അപ്പൊ നമുക്കറിയാലേ ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത് ഏകദേശം 82.5 ഡിഗ്രിയാണ്. അപ്പൊ 0-യിൽ നിന്ന് 82.5 ഡിഗ്രിയിലേക്ക് വരുന്ന സമയത്ത് ഏകദേശം എന്താണ് 5.5 മണിക്കൂറിന്റെ വ്യത്യാസമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഗ്രീനിച്ച് രേഖ അല്ലെങ്കിൽ 0 ഡിഗ്രി രേഖാംശ രേഖയിൽ നിന്നും ഇന്ത്യയുടെ മാനക രേഖാംശത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 5.5 മണിക്കൂറിന്റെ വ്യത്യാസമാണ് ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ ഇന്ത്യയിലെ സമയം 12 മണി, ഉച്ചയ്ക്ക് 12 മണിയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ മാനക രേഖാംശത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗ്രീനിച്ച് രേഖയിലേക്ക് പോകുമ്പോൾ എന്താണ് ഈ നമ്മുടെ 82.5 ഡിഗ്രി ഇവിടെ നിൽക്കുന്നു. ഇനി എന്താണ്, നമ്മൾ തിരിച്ചല്ലേ വെസ്റ്റ് ഡയറക്ഷനിലേക്കാണല്ലേ പോവേണ്ടത്, അപ്പൊ എന്നാൽ ലോഞ്ചിറ്റ്യൂഡുകൾ ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ ഈ 4 മിനിറ്റ് കൂടുകയും വെസ്റ്റ് ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ ഈ 4 മിനിറ്റ് കുറയുകയും ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യണം, നമ്മുടെ ഇന്ത്യയുടെ സമയം തന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് 5.5 മണിക്കൂർ എന്ത് ചെയ്യണം, കുറയ്ക്കുകയാണ്. ഗ്രീനിച്ചിലെ സമയം അറിയാൻ വേണ്ടിയിട്ട് 5.5 മണിക്കൂർ കുറയ്ക്കണം. ഉച്ചയ്ക്ക് 12 മണിയാണ്. അപ്പൊ 12 മണിയിൽ നിന്നും 5.5 മണിക്കൂർ കുറച്ചു കഴിഞ്ഞാൽ എത്രയാണ്, 5.5 മണിക്കൂർ കുറച്ചു കഴിഞ്ഞാൽ എത്രയാണ്, 12 മണിയിൽ നിന്നും 5.5 മണിക്കൂർ കുറച്ചു കഴിഞ്ഞാൽ എത്ര വരും, 5.5 അല്ലേ. 5.5 ആണോ 6.5 ആണോ? എല്ലാരും സി ആണല്ലോ പറഞ്ഞേക്കണേ. 5.5 ആണോ 6.5 ആണോ? 6.5 ആണല്ലേ, 6.5 ആണ്. അപ്പൊ 6.5 ആണ് വരുന്നത്. അപ്പൊ 6.5 AM. കാര്യം എന്താണ്, നമ്മുടെ ഉച്ച എന്ന് പറയുമ്പോൾ അതല്ലേ 12 മണിക്ക് ശേഷം 12 മണി ഉച്ച എന്ന് പറയുമ്പോൾ എന്താണ് 12:01 ആവുമ്പോൾ അത് PM ആയി മാറി. അപ്പൊ ഒബ്വിയസ്ലി എന്താണ് 12 മണിക്ക് മുന്നേ ആകുന്ന സമയത്ത് അത് വെസ്റ്റിലേക്ക് കൂടി പോകുന്നത് കൊണ്ട് എന്ത് ചെയ്യും, കുറയുകയാണല്ലേ ചെയ്യുന്നത്, സമയം കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് 6.5 അല്ലേ, 6.5 AM ആണ് വരുന്നത്, B ആണ് വരുന്നത്. കുറെ ആൾക്കാർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു, കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, തെറ്റിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ മാത്തമെറ്റിക്കൽ എറർ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, ജസ്റ്റ് അതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക നോക്കിക്കോണേ. 5.5 ആണോ 6.5 ആണോ, ആ ഒരു മാത്തമെറ്റിക്കൽ എറർ ഒന്നും വേണ്ടടാ. 12-ൽ നിന്ന് 5.5 അങ്ങ് കുറച്ചാൽ മതി. 12-ൽ നിന്ന് 5.5 അങ്ങ് കുറച്ചാൽ മതി അല്ലേ. 5.5 അങ്ങ് കുറയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ എന്താണ് 1 മണിക്കൂർ എന്താണ് 30 മിനിറ്റ് അല്ലേ. 30 മിനിറ്റ് പറയുമ്പോൾ എന്തായാലും ഒരു 30 വരും. പിന്നെ എന്താണ് 5 അങ്ങ് കുറച്ചാൽ മതി. അപ്പൊ 11:30 ആയി. 11:30 നിന്ന് 5.5 കുറഞ്ഞു കഴിഞ്ഞാൽ 5 കുറച്ച് കഴിഞ്ഞാൽ എന്താണ് 10:30, 9:30, 8:30, 7:30, 6:30. ഓക്കെ, കറക്റ്റായി 6:30 മണി. 6:30 രാവിലെ 6:30 ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇത് മാത്തമെറ്റിക്കലാണ്, കറക്റ്റ് മാത്തമെറ്റിക്കലാണ്. നിങ്ങളുടെ എന്താണ് കോൺസെപ്റ്റ് ഒന്നും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കൂല. പക്ഷെ എന്ത് ചെയ്യും, ഈ കുറയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, അവിടെ തെറ്റിപ്പോവും, അവിടെ തെറ്റാൻ സാധ്യതയുണ്ട്. സോ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക. 1 ഡിഗ്രി എത്ര മിനിറ്റിന് പ്രതിനിധാനം ചെയ്യുന്നു, 4 മിനിറ്റിനാണ്. അങ്ങനെ 15 ഡിഗ്രി ആവുമ്പോൾ എത്ര, 1 മണിക്കൂർ ആവുന്നു. അങ്ങനെ എന്താണ് നമ്മുടെ ഈ 360 ഡിഗ്രി നമ്മൾ കറങ്ങി വരുമ്പോൾ 24 മണിക്കൂർ ഒരു ദിവസം അല്ലേ. ഒരു ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയമാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു 360. ശരിക്കും ആ ഒരു ടൈം കാൽക്കുലേഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ എന്താണ് 360 ഡിവൈഡ് ചെയ്യണം എന്നുണ്ടോ, ഇല്ല അല്ലേ. കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സർക്കുലർ സെക്ഷനെ
എന്താണ് 360 ഡിവൈഡ് ചെയ്യുന്നു, അത് റൊട്ടേഷൻ കവർ ചെയ്ത് വരാൻ വേണ്ടി 24 മണിക്കൂർ. അപ്പോൾ ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലോഞ്ചിറ്റ്യൂഡിൻ്റെ മൊത്തത്തിലായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നടന്നിട്ടുള്ളത്. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഭയങ്കര സംഭവങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? യെസ്, ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇവിടെ ചോദ്യം എന്താണ്? ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട ബലം ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ എന്താണ്? ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന, ഫലക ചലനം എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലേറ്റ് ടെക്ടോണിക്സ് അല്ലെ? പ്ലേറ്റ് ടെക്ടോണിക്സിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട ഫോഴ്സ് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ് ഓപ്ഷൻസ്? ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്നുള്ള സംവഹന പ്രവാഹം അഥവാ കൺവെക്ഷൻ കറൻസ്, കൺവെക്ഷൻ കറൻസ്. രണ്ടാമത് എന്താണ്? വേലിയേറ്റം. മൂന്നാമത് സൗരക്കാറ്റ്. നാലാമത്തത് കാന്തിക ബലം. കണ്ണടച്ച് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ബാക്കിയെല്ലാം റബ്ബിഷ് ആണല്ലേ. വേലിയേറ്റം എങ്ങനെയാണ്? ഫലകചലനത്തിന് കാരണമാകുന്നത് അല്ലേ? സൗരക്കാറ്റ് അതെന്താണ്? നമ്മുടെ എന്താണ്? സൗരക്കാറ്റ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഫലകചലനത്തിന് കാരണമാകുന്ന ഒരു ഫോഴ്സ് അല്ല. കാന്തിക ബലം എന്താണ്? ഒബ്വിയസ്ലി എന്താണ്? ഫലകചലനത്തിന് കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട ബലമൊന്നുമല്ല. അപ്പൊ എന്താണ് പ്രധാനപ്പെട്ട എന്താണ് ബലം എന്ന് പറയുന്നത്? ഭൂമിയുടെ ഉൾഭാഗത്ത് നിന്നുള്ള സംവഹന പ്രവാഹം അല്ലെങ്കിൽ കൺവെക്ഷൻ കറണ്ട് ആണ്. കൺവെക്ഷൻ കറണ്ട് ആണ്. ഓക്കെ, എന്ത് ചെയ്തു? ആ ഒരു ക്വസ്റ്റ്യൻ എത്തി. നമ്മളത് പ്ലേറ്റ് ടെക്ടോണിക്സിന്റെ ഭാഗം പഠിച്ച സമയത്ത് എന്ത് ചെയ്തു? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ എന്താണ് അസ്തനോസ്ഫിയർ അല്ലെ? അസ്തനോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എന്താണ് ഒരു ഫ്ലൂയിഡ് സ്റ്റേറ്റിലുള്ള എന്താണ് നമ്മുടെ എന്താണ് ലിത്തോസ്ഫിയർ അല്ലെ? നമ്മുടെ ക്രസ്റ്റും അപ്പർ മാൻഡിലും കൂടെ കൂടിച്ചേർന്ന ആ ഒരു ലിത്തോസ്ഫിയർ എന്ന് പറയുന്ന ഭാഗത്തിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന മാൻഡിലിന്റെ ഒരു ഭാഗമാണ് ഇത് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അസ്തനോസ്ഫിയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഒരു സെമി ലിക്വിഡ്, എന്താണ് ഒരു രുചികീയ ഖരാവസ്ഥയിൽ കാണപ്പെടുന്ന, എന്നാൽ പൂർണ്ണമായി എന്ത് ചെയ്തിട്ടില്ല, ലിക്വിഡ് അവസ്ഥയിലേക്ക് എത്തിയിട്ടുമില്ല. അതിലെന്താണ് വളരെ ഒരു ഫ്ലൂയിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന ഒരാളാണ്. അപ്പൊ ഈ ഒരു അസ്തനോസ്ഫിയറിന് മുകളിലായി അല്ലെ, ഈ ഒരു അസ്തനോസ്ഫിയറിന് മുകളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ ലിത്തോസ്ഫെറിക് പ്ലേറ്റുകൾ എന്ത് ചെയ്യും? തെന്നി നീങ്ങുന്നത്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫലകചലനം എന്ന് പറയുന്നത്. ഇനി ആ ഒരു തെന്നി മാറലിന് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ അസ്തനോസ്ഫിയറിൽ നടക്കുന്ന തുടർച്ചയായി നടക്കുന്ന കൺവെക്ഷൻ കറണ്ടുകളാണ് അല്ലെ? എന്താണ് നമ്മുടെ അസ്തനോസ്ഫിയറിന് അല്ലെങ്കിൽ ലോവർ മാൻഡിൽ നിന്നൊക്കെയുള്ള എന്താണ് ചൂടുള്ള ശിലാദ്രവം അല്ലെങ്കിൽ എന്താണ് മാഗ്മ അല്ലെ? മാഗ്മ എന്ത് ചെയ്യും? ഉയർന്നു പൊങ്ങുകയും എന്താണ് പിന്നെ അത് തണുത്ത് താഴേക്ക് വരികയും ചെയ്യും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു കൺവെക്ഷൻ കറണ്ട് പോലെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലെ? അപ്പൊ ഈ ഒരു പ്രോസസ്സുമായി ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫലകചലനങ്ങൾ നടക്കുന്നതെന്ന്, അല്ലെങ്കിൽ അതൊരു വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തു? ഇന്റീരിയർ ഓഫ് എർത്ത് പഠിച്ച സമയത്തും പ്ലേറ്റ് ടെക്ടോണിക്സിനെ പറ്റി പറയുന്ന സമയത്തും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇനിയിപ്പോൾ നമ്മൾ ഇതൊന്നും പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം? ലോജിക്കിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റും. ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട ബലം ഏതാണ്? ഭൂമിയുടെ ഉൾഭാഗത്തു നിന്നുള്ള സംവഹന പ്രവാഹമാണ്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്ന പ്രതിഭാസം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എന്താണ് ITCZ ഉണ്ട്, എൽനിനോ ഉണ്ട്, ലാനിന ഉണ്ട്, കോറിയോലിസിസ് ഇഫക്റ്റ് ഉണ്ട്. സമുദ്ര ജലത്തിന്റെ ഊഷ്മാവ് അല്ലെ? സമുദ്രോപരിതലത്തിലെ എന്താണ് ഊഷ്മാവ് എന്ത് ചെയ്യാന്ന് ഒരു പരിധിയിൽ കഴിഞ്ഞ് ഉയരുന്നതിന് എന്ത് ചെയ്യുന്ന കാരണമാകുന്ന പ്രതിഭാസത്തിന്റെ പേര് എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ITCZ, ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ, എൽനിനോ, ലാനിന അല്ല കേട്ടോ, ലാനിന ആണ്, കോറിയോലിസ് ഇഫക്റ്റ്. ഏതാണ്? കറക്റ്റ് ആൻസർ ഏതാണ്?
ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് യെസ്, ഒരുപാട് പേര് പറയുന്നുണ്ട് ബി കറക്റ്റ് ആണ് അല്ലേ? ബി കറക്റ്റ് ആണ്. നമ്മൾ എന്താണ് ഓഷൻ കറണ്ട്സിനെ പറ്റി പഠിച്ച സമയം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഹംബോൾട്ട് അല്ലെങ്കിൽ പെറൂവിയൻ കറണ്ടിനെ എവിടെ 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 ഒഴുകുന്ന പസഫിക് ഓഷനിലെ സൗത്ത് പസഫിക് ഓഷനിൽ വരുന്ന എന്താണ് ഓഷൻ കറണ്ട്സിൽ വരുന്ന നമ്മുടെ എന്താണ് സൗത്ത് അമേരിക്കയുടെ വെസ്റ്റേൺ കോസ്റ്റിലൂടെ ഒഴുകുന്ന എന്താണ് എന്താണ് കോൾഡ് ഓഷൻ കറണ്ട് ആണ് ഹംബോൾട്ട് കറണ്ട് അല്ലെങ്കിൽ പെറൂവിയൻ കറണ്ട് എന്ന് പറയുന്നത്. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഹോട്ട് അല്ലെങ്കിൽ ഒരു ചൂടുള്ള ഉഷ്ണജല പ്രവാഹമാണ് എൽനിനോ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു പെറൂവിയൻ കോസ്റ്റിലാണ് അല്ലെ ഈ ഒരു പ്രതിഭാസത്തിന്റെ ഇഫക്റ്റുകൾ നമുക്ക് കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പൊ ഈ എൽനിനോ പ്രതിഭാസം എന്ന് പറയുന്നത് ഒരു കാലാവസ്ഥാ വ്യതിയാനം എന്നൊന്നും പറയാൻ പറ്റില്ല. പണ്ടുകാലം തൊട്ടേ കാണുന്ന ഒരു സംഭവമാണ്. പക്ഷെ നമ്മുടെ മൺസൂണിന്റെ പാറ്റേണിനൊക്കെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരാളാണ് അല്ലെ ഈ എൽനിനോ എന്ന് പറയുന്നത്. സോ സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിനാണ് എൽനിനോ കാരണമാകുന്നത്. ഉണ്ണിയേശു എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സമുദ്രജല പ്രവാഹമായിട്ടൊക്കെ നമ്മൾ പറയുന്ന ആളാണ് അല്ലെ? അതിനാണ് എൽനിനോ എന്ന് പറയുന്നത്. ഇവിടെ ഈ സമുദ്രജലത്തിന്റെ ഊഷ്മാവ് ഉയരുന്നതിനാണ് കാരണമാകുന്നതെന്നുണ്ടെങ്കിൽ ലാനിന സമുദ്രത്തിന്റെ ഊഷ്മാവ് താഴുന്നതിനാണ്. സമുദ്രത്തിന്റെ ഊഷ്മാവ് ഒരു പരിധിയിൽ നിന്നും വളരെയധികം താഴുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ലാനിന എന്ന് പറയുന്ന പ്രതിഭാസം. ലാനിന എന്ന് പറയുന്ന പ്രതിഭാസം എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്നാണ് സിമിലർ ആയിട്ടുള്ള ഈസ്റ്റേൺ പസഫിക് ഓഷനിൽ അതായത് നമ്മുടെ സൗത്ത് അമേരിക്കയുടെ വെസ്റ്റേൺ കോസ്റ്റിൽ നടക്കുന്ന പ്രതിഭാസം തന്നെയാണ് ലാനിന എന്ന് പറയുന്നത്. അവിടെ എൽനിനോ സമുദ്രത്തിന്റെ ഊഷ്മാവ് ഉയർത്തുകയാണെന്നുണ്ടെങ്കിൽ ലാനിന താഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഇനി ബാക്കി രണ്ടുപേരും ഇതൊന്നും ഒരു ബന്ധവും ഇല്ലാത്ത രണ്ടാൾക്കാരാണ്. ITCZ എന്ന് പറയുന്നത് ആഗോള മർദ്ദ മേഖലകളുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇന്റർട്രോപ്പിക്കൽ കൺവർജൻസ് സോൺ ആണ്. അവിടെ സമുദ്ര ഊഷ്മാവ് സാധാരണ നിന്ന് ഉയരുന്നതിന് കാരണമാകുന്ന പ്രതിഭാസമൊന്നുമല്ല ITCZ എന്ന് പറയുന്നത്. കോറിയോലിസ് ഇഫക്റ്റ് ഈ ഒരു ഊഷ്മാവുമായിട്ട് ബന്ധമില്ല നമ്മൾ പറയുന്നില്ല. പക്ഷെ സമുദ്രത്തിന്റെ ഊഷ്മാവ് ഉയർത്തുന്നതുമായി വലിയ ബന്ധമില്ലാത്ത എൽനിനോയുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം ബന്ധമില്ലാത്ത ആൾക്കാരാണ് കോറിയോലിസ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എൽനിനോ ആണ്. എഗെയിൻ എൽനിനോയുമായി ബന്ധപ്പെട്ടതാണ്. ഡിസംബറിൽ പെറു തീരത്ത് സാധാരണയായി കാണപ്പെടുന്ന ഒരു ചൂടുള്ള സമുദ്രജല പ്രവാഹം ഏതെന്നാണ് ചോദ്യം. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളല്ലേ, എൽനിനോ കറണ്ട് ആണ്. കാലിഫോർണിയ കറണ്ട് നോർത്ത് പസഫിക് ഓഷനുമായി ബന്ധപ്പെട്ടതാണ്. എഗെയിൻ നോർത്ത് അമേരിക്കയുടെ വെസ്റ്റേൺ കോസ്റ്റ് ഈസ്റ്റേൺ പസഫിക് ഓഷനിൽ കാണപ്പെടുന്നതാണ് ഇത് കാലിഫോർണിയ കറണ്ട് എന്ന് പറയുന്നത്. ഒരു കോൾഡ് ഓഷൻ കറണ്ട് ആണ്. ഇനി കുറോഷിയോ കറണ്ട് എന്ന് പറയുന്നതും നോർത്ത് പസഫിക് ഓഷനുമായി ബന്ധപ്പെട്ടതാണ്. ജപ്പാന്റെ കോസ്റ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതായത് ജപ്പാന്റെ ഈസ്റ്റേൺ കോസ്റ്റുമായി ബന്ധപ്പെട്ടതാണ് കുറോഷിയോ കറണ്ട് എന്ന് പറയുന്നത്. ഇതെന്താണ് ഒരു വാം ഓഷൻ കറണ്ട് ആണ്. ഒയാഷിയോ കറണ്ട് എന്ന് പറയുന്നത് അഗെയിൻ നോർത്ത് പസഫിക് ഓഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇയാൾ ഒരു കോൾഡ് ഓഷൻ കറണ്ട് ആണ്. ഈ ഓഷൻ കറണ്ട്സ് പഠിച്ചിരിക്കുമ്പോഴേ ചുമ്മാ കുറെ പേരുകൾ കാണാതെ പഠിക്കാതെ ഓരോ ആൾക്കാരും കോൾഡ് ഓഷൻ കറണ്ട് ആണോ വാം ഓഷൻ കറണ്ട് ആണോ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ആ രീതിയിലുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഡിസംബറിൽ പെറു തീരത്ത് സാധാരണയായി കാണപ്പെടുന്ന ഒരു ചൂടുള്ള സമുദ്രജല പ്രവാഹമാണ് ഇത് എൽനിനോ കറണ്ട്. ഉണ്ണിയേശു എന്നൊക്കെ അറിയപ്പെടുന്നത് അല്ലെ? ഡിസംബറിൽ ക്രിസ്മസ് ആണല്ലേ, ഇപ്പൊ ക്രിസ്മസുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നത് കൊണ്ട് ഉണ്ണിയേശു എന്നൊക്കെ അറിയപ്പെടാറുണ്ട് കേട്ടോ. ഈ ഒരു എൽനിനോ കറണ്ടിനെ ഉണ്ണിയേശു എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. നമ്മുടെ മൺസൂണിനെയും ബാധിക്കുന്നു. നമ്മുടെ മൺസൂണിനെയും എൻസോ എന്നൊക്കെ പറയുന്നൊരു പ്രതിഭാസം, ഇന്ത്യൻ ഓഷൻ ഡൈപോൾ എന്നൊക്കെ അത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല, ചുമ്മാ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് സാധനങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മൺസൂൺ അങ്ങനെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഫിനോമിനയാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഈ പസഫിക് ഓഷനിൽ വരുന്ന വ്യത്യാസങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യൻ ഓഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇന്ത്യൻ ഓഷനിലും ഇഫക്റ്റ് സൃഷ്ടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എൽനിനോ കറണ്ട് ഇന്ത്യൻ ഓഷന്റെ നമ്മുടെ മൺസൂണിനെയൊക്കെ ബാധിക്കുന്നതും
അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? എൽനിനോ, ലാനിന, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയോ? എന്താണ് എൽനിനോ, എന്താണ് ലാനിന എന്നൊക്കെ ക്ലിയർ ആയോ? എൽനിനോ എന്താണ്, സമുദ്രത്തിന്റെ ഊഷ്മാവ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു ചെയ്യുന്ന പ്രവൃത്തി അല്ലേ? എന്താണ് ലാനിന, സമുദ്രത്തിന്റെ ഊഷ്മാവിനെ എന്ത് ചെയ്യും, കുറയ്ക്കുകയാണ് എന്ത് ചെയ്യുന്നത്. ഓക്കെ. യെസ്, ക്ലിയർ ആണ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് എന്താണ്, നമ്മുടെ എർത്ത് ബന്ധപ്പെട്ട അല്ലെ, ഭൂകമ്പങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എന്താണ് ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം അല്ലെ, ഭൂകമ്പ തരംഗങ്ങളെ പ്രധാനമായിട്ടും എന്താണ് രണ്ടായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. എന്താണ്, ബോഡി വേവ്സ് എന്നും സർഫസ് വേവ്സ് എന്നും അല്ലെ. ബോഡി വേവ്സ് എന്നും സർഫസ് വേവ്സ് എന്നുള്ള പേരിൽ രണ്ടായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ എന്താണ് തിരിച്ചിട്ടുള്ളത്. ഈ ബോഡി വേവ്സ് എന്ന് പറയുന്നതാണ് ഭൂമിക്കുള്ളിലൂടെ അല്ലെ, ഭൂമിക്കുള്ളിലൂടെ സഞ്ചരിക്കുന്ന എന്താണ് വേവുകളെ നമ്മൾ ബോഡി വേവ്സ് എന്ന് പറയും. പ്രധാനമായും രണ്ട് വേവുകൾ, PS വേവുകൾ, പ്രൈമറി വേവുകൾ, സെക്കൻഡറി വേവുകൾ. ഇതിൽ എന്താണ് പ്രൈമറി വേവ്, എന്താണ് ഒരു ഭൂകമ്പം നടക്കുന്ന അല്ലെങ്കിൽ എന്താണ് ഒരു ഭൂകമ്പത്തിന്റെ എന്താണ് സീസ്മോഗ്രാമിൽ അല്ലെ സീസ്മോഗ്രാഫിൽ ആദ്യമായി രേഖപ്പെടുത്തുന്ന രേഖകൾ എന്താണ് തരംഗങ്ങളാണ് ഏത്, പ്രൈമറി വേവുകൾ എന്ന് പറയുന്നത്. ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള എന്താണ് തരംഗങ്ങളാണ് P വേവ്സുകൾ എന്ന് പറയുന്നത്. സെക്കൻഡറി വേവിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് രണ്ടാമതായി എത്തുന്ന ആൾക്കാരാണ് സെക്കൻഡറി വേവുകൾ എന്ന് പറയുന്നത്. ഇവരുടെ പ്രത്യേകത എന്താണ്, ലിക്വിഡിൽ കൂടി അല്ലെ, ദ്രാവകാവസ്ഥയിലുള്ള വസ്തുക്കളിലൂടെ എന്താണ് കടന്നു പോകാത്ത വേവുകളാണ് ഇത് സെക്കൻഡറി വേവുകൾ എന്ന് പറയുന്നത്. ഇനി സർഫസ് വേവ്സിന്റെ കേസ് വരുമ്പോൾ പ്രധാനമായിട്ട് രണ്ടാൾക്കാരാണുള്ളത്. എന്താണ് വളരെയധികം താമസിച്ച് അല്ലെ, നമ്മുടെ ഇപ്പൊ PS വേവുകൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു മണിക്കൂറിനൊക്കെ ശേഷമായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ സർഫസ് വേവുകൾ എത്തുന്നത്. പ്രധാനമായിട്ടും രണ്ട് വേവുകളാണ്, എൽ വേവും ആർ വേവും, ലവ് വേവും റെയിലേ വേവുകൾ എന്ന് പറയുന്ന രണ്ട് വേവുകളാണ്. വളരെ പതിയെയാണ് വരുന്നത്. പക്ഷെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള വേവുകളാണ് ഇത് സർഫസ് വേവുകൾ എന്ന് പറയുന്നത്. തരംഗ ദൈർഘ്യം വളരെ കൂടുതലാണ്. ഇനി എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ റോഡുകൾ വിണ്ട് കീറാനും കെട്ടിടങ്ങൾ നിലം പതിക്കാനും ഒക്കെയുള്ള പ്രധാനപ്പെട്ട കാരണക്കാരാണ് ഏത്, സർഫസ് വേവുകൾ എന്ന് പറയുന്നത്. ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവരാണ്. ഇനി നമ്മുടെ സ്റ്റേറ്റ്മെന്റുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ ഭൂകമ്പ തരംഗങ്ങളുടെയും ഏറ്റവും വലിയ ദൂരം ഉപരിതല തരംഗങ്ങൾ ഉൾക്കൊള്ളുന്നു. അതായത് തരംഗ ദൈർഘ്യമാണ് കേട്ടോ ഈ ദൂരം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. കറക്റ്റ് ആണ് അല്ലേ? നമ്മൾ പറഞ്ഞു PS വേവുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ തരംഗ ദൈർഘ്യം കുറഞ്ഞ ആൾക്കാരാണ്, വളരെ പെട്ടെന്ന് സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഭൂകമ്പ തരംഗങ്ങളുടെയും ഏറ്റവും വലിയ ദൂരം ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ തരംഗ ദൈർഘ്യം ഉൾക്കൊള്ളുന്നത് ഉപരിതല തരംഗങ്ങളാണെങ്കിൽ സർഫസ് വേവുകളാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ P തരംഗങ്ങൾ അല്ലെങ്കിൽ പ്രൈമറി തരംഗങ്ങൾ ഖരവസ്തുക്കളിലൂടെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നു. കറക്റ്റ് ആണല്ലേ? എന്നാൽ P വേവ്സ് ഖരവസ്തുക്കളിലൂടെയും ദ്രാവക വസ്തുക്കളിലൂടെയും എന്ത് ചെയ്യുന്നുണ്ട്, സഞ്ചരിക്കുന്നുണ്ട്. പക്ഷെ അവർ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് സഞ്ചരിക്കുന്നത് ഖരപദാർത്ഥങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ്. ദ്രാവകത്തിലൂടെ അവർ സഞ്ചരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ വേഗത എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. സോ എന്താണ്, P തരംഗങ്ങൾ ഖരവസ്തുക്കളിലൂടെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ S തരംഗങ്ങൾ ഖരദ്രവ മാധ്യമങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയും. തെറ്റാണ്. ദ്രവ്യമാധ്യമങ്ങളുടെ അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള വസ്തുക്കളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, S വേവ്സിന് കടന്നു പോകാൻ കഴിയില്ല. സോ സി എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. എയും ബിയും ശരിയാണ്. സോ നമ്മുടെ ആൻസർ എന്താണ്, എയും ബിയും ശരിയാണ്. സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. സി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. അപ്പോൾ എന്താണ്, നമ്മുടെ എസ് വേവ്സിന് എന്ത് ചെയ്യാൻ പറ്റൂല, ദ്രവ്യമാധ്യമങ്ങളിലൂടെ എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും കടന്നു പോകാൻ കഴിയില്ല എന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ അഗെയിൻ എന്താണ്, ഓഷൻ കറൻസിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്നത്,
ഉഷ്ണജല, അതാണ് ഊഷ്മള എന്ന് ഉദ്ദേശിക്കുന്ന ഉഷ്ണജല പ്രവാഹങ്ങളാണ്. ഉഷ്ണജല പ്രവാഹങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള ജോഡികളെ കണ്ടെത്താനാണ് പറയുന്നത്. ഒന്നാമത്തെ ജോഡി എന്ന് പറയുന്നത് ഗൾഫ് സ്ട്രീം കറണ്ടും കാനറീസ് കറണ്ടുമാണ്. രണ്ടാമത്തത് അഗുൽഹാസ് കറണ്ടും ഒയാഷിറോ കറണ്ടുമാണ്. മൂന്നാമത്തത് കുറോഷിയോ കറണ്ടും ബ്രസീലിയൻ കറണ്ടുമാണ്. ഇതിൽ ഏതൊക്കെയാണ് ഉഷ്ണജല പ്രവാഹങ്ങൾ? ഒന്നാണോ, രണ്ടാണോ, മൂന്നാണോ? ഒന്ന് ആൻസർ മാർക്ക് ചെയ്യോ, കാണട്ടെ. എത്ര പേര് നന്നായി പഠിച്ചിരിക്കുന്നു എന്ന് കാണട്ടെ. ഗൾഫ് സ്ട്രീം, കാനറീസ് കറണ്ട്. നോക്കടാ, നമ്മുടെ ഈ ആൻസറിലേക്ക് ഡീകോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഗൾഫ് സ്ട്രീമും കാനറീസ് കറണ്ടും രണ്ടും എന്താണ്? നോർത്ത് അറ്റ്ലാന്റിക് ഓഷനിലെ കറണ്ട്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അല്ലേ? നോർത്ത് അറ്റ്ലാന്റിക് ഓഷനിലെ കറണ്ട്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇതിൽ ഗൾഫ് സ്ട്രീം എന്ന് പറയുന്ന ഒരു ഉഷ്ണജല പ്രവാഹവും കാനറീസ് കറണ്ട് എന്ന് പറയുന്നത് ഒരു ശീതജല പ്രവാഹവുമാണ് അല്ലെ? ഒരു ശീതജല പ്രവാഹവുമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഒന്നാമത്തെ ജോഡി തെറ്റാണ്. കാരണം കാനറീസ് കറണ്ട് എന്താണ് കോൾഡ് ഓഷൻ കറണ്ട് അല്ലെങ്കിൽ ശീതജല പ്രവാഹമാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അഗുൽഹാസ് കറണ്ടും ഒയാഷിറോ കറണ്ടും ഈ അഗുൽഹാസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷനിലുള്ള നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഓഷൻ അല്ലെ, സൗത്ത് ഇന്ത്യൻ ഓഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കറണ്ടാണ്. ഈ അഗുൽഹാസ് കറണ്ട് ഒരു വാം ഓഷൻ കറണ്ടാണ്. എന്നാൽ ഒയാഷിറോ കറണ്ട് എന്ന് പറയുന്നത് പസഫിക് ഓഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതെന്താണ്, ഒരു കോൾഡ് ഓഷൻ കറണ്ടാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ജോഡിയും തെറ്റാണ്. ഇനി മൂന്നാമത്തേലേക്ക് വന്നാലോ, കുറോഷിയോ കറണ്ടും ബ്രസീലിയൻ കറണ്ടും. കുറോഷിയോ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, നോർത്ത് പസഫിക് ഓഷനിലെ ഒരു കറണ്ടാണ് അല്ലേ കുറോഷിയോ കറണ്ട്. ജപ്പാന്റെ കോസ്റ്റ് വഴി പോകുന്ന ആളാണ് ഇയാൾ. ഒരു വാം ഓഷൻ കറണ്ടാണ്. ഇനി ബ്രസീലിയൻ കറണ്ടിലേക്ക് വന്നു കഴിഞ്ഞാലോ, ബ്രസീലിയൻ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗത്ത് അറ്റ്ലാന്റിക് ഓഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കറണ്ടാണ് ബ്രസീലിയൻ കറണ്ട് എന്ന് പറയുന്നത്. അയാളും എന്ത് തന്നെയാണ്, ഒരു വാം ഓഷൻ കറണ്ടാണ്. സോ മൂന്നാണല്ലേ, മൂന്നെന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റിലാണ് രണ്ടാൾക്കാരും വാം ഓഷൻ കറണ്ട് ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ ഓപ്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ 1, 2 മാത്രം തെറ്റാണല്ലേ. അത് രണ്ടും ഒരെണ്ണം ഉഷ്ണജല പ്രവാഹവും ഒരെണ്ണം ശീതജല പ്രവാഹവുമാണ്. ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 2, 3 അതും തെറ്റാണ്. സി 3 മാത്രം, ഡി മുകളിൽ പറഞ്ഞവയല്ല. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സി ആണല്ലേ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഒക്കെ ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് ആണ്, സി ആണ് കേട്ടോ, സി ആണ്. ഇങ്ങനെ എന്ത് ചെയ്യുക, തപ്പരുത്. സമുദ്രജല പ്രവാഹങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ആരൊക്കെയാണ്, എവിടെയൊക്കെയാണ്, വാമാണോ കോൾഡ് ആണോ അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. ഇനി നമുക്ക് ഒരുപാട് അങ്ങോട്ട് പോകുമ്പോഴേക്കും മുങ്ങിപ്പോകുന്ന കുറേ ടോപ്പിക്കുകളാണ്. പക്ഷേ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു റിവിഷൻ്റെ ജസ്റ്റ് ഒരു മാപ്പൊക്കെ എടുത്ത് അങ്ങോട്ട് വരച്ച് പഠിക്കുക. നമുക്ക് ഒരു വേൾഡ് മാപ്പൊക്കെ കൊണ്ടുവന്നിട്ടേ, ഒരു വേൾഡ് മാപ്പൊക്കെ വെച്ചിട്ട് അതുമായി ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ വരച്ചൊക്കെ പഠിക്കടാ. അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും. അല്ലാതെ നമ്മൾ എത്ര കാണാതെ പഠിച്ചാലും മറന്നു പോകും. മറ്റേത് നമ്മുടെ കൈ കൊണ്ട് എഴുതിയ നോട്ടുകൾ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു ക്ലാസ് നോട്ട് ഒരു 10 വട്ടം വായിക്കുന്നത് നിങ്ങളുടെ കൈ കൊണ്ട് എഴുതിയ നോട്ട് ഒരു വട്ടം വായിക്കുന്ന ഒരു ഇഫക്റ്റും രണ്ടും വ്യത്യാസമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും നോട്ടുകൾ സ്വയം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അഡ്വൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. സോ നിങ്ങൾക്ക് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എന്തായാലും ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 3 സി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് ദി സ്ട്രക്ചർ ഓഫ് ഇന്റീരിയർ ഓഫ് എർത്ത്. നമ്മുടെ ഭൂമിയുടെ ഇന്റീരിയർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ളത് ആരാണ് എന്നാണ് ചോദ്യം.
പ്രൈമറി വേവ്, സെക്കൻഡറി വേവ്, സർഫസ് വേവ്, ലവ് വേവ് രണ്ടുപേരെ നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം അല്ലേ. ലവ് വേവ് എന്ന് പറഞ്ഞാൽ ഒരു സർഫസ് വേവ് ആണ്. സർഫസ് വേവ്സിനെ കൊണ്ട് എന്ത് ചെയ്യും, നമുക്ക് വലിയ ഉപയോഗമൊന്നും ഉണ്ടായിട്ടില്ല. നോക്കട്ടെ, പ്രൈമറി വേവും സെക്കൻഡറി വേവും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റീരിയർ ഓഫ് എർത്ത് അറിയാൻ വേണ്ടി എന്താണ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. സോ എന്താണ്, ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇല്ല. ഇത് എന്നാൽ എന്താണ്, നമ്മുടെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എന്താണ്, ഒരു ബോഡി വേവും തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, ബോഡി വേവ്സും തന്നിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റ് ആൻസർ എന്തായി, ബോഡി വേവ്സ് ആയേനെ. ഇവിടെ നോക്കൂ, ഇവിടെ എന്താണ് പ്രൈമറി വേവും സെക്കൻഡറി വേവും എന്താണ് ഇന്റീരിയർ ഓഫ് എർത്തിനെ അറിയിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരുപോലെ എന്താണ് സഹായിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഒരാളെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ആൻസർ ആയിട്ട് പറയാൻ കഴിയില്ല. സോ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യില്ല, ആൻസർ ഇല്ല എന്ന് മനസ്സിലാക്കുക. അപ്പം എന്താണ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആൻസർ ഇല്ല. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ഇല്ല. അല്ലാതെ അയ്യോ ഇനിയിപ്പം ഇതിനൊക്കെ ആൻസർ കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്താണ് കൂടുതലായിട്ട് സെക്കൻഡറി വേവ്സിലേക്ക് പോകാനുള്ളൊരു ഒരു ടെൻഡൻസി നമ്മൾ കാണിക്കും. കാര്യം എന്താണ്, സെക്കൻഡറി വേവ്സ് എന്താണ് ലിക്വിഡിൽ കൂടി പോകില്ലല്ലോ. അപ്പം എന്താണ് ഔട്ടർ കോറിനെയൊക്കെ പറ്റി നമുക്ക് പറഞ്ഞു തന്നത് സെക്കൻഡറി വേവ്സ് അല്ലേ എന്നൊക്കെ തോന്നും. പക്ഷെ അങ്ങനല്ല, പ്രൈമറി വേവ്സിനും സെക്കൻഡറി വേവ്സിനും എന്താണ് ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട് ആ കാര്യത്തിൽ. ബോഡി വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അത് കറക്റ്റ് ആയിട്ടുള്ളൊരു ആൻസർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൺസിഡർ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ ഒരാളെ വെച്ചല്ല നമ്മൾ പഠിച്ചത്. പ്രൈമറി വേവും സെക്കൻഡറി വേവും ഒരുപോലെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ഇതിൽ എവിടെയെങ്കിലും എയോ ബിയോ സിയോ ഡിയോ ആരെങ്കിലും ഒരാൾ ബോഡി വേവ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലേക്ക് ഓപ്ഷൻ എത്തിക്കാൻ കഴിയുമായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ കറക്റ്റ് ആൻസർ ആ ബോഡി വേവ്സ് എന്നൊരു ഓപ്ഷനായി മാറിയേനെ. അപ്പം ഇവിടെ അതില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഉത്തരമില്ല എന്നുള്ളതാണ് എന്ത് സത്യം. ആ ഒരു PSCയുടെ ആൻസർ കീയിലും നിങ്ങളടുത്ത് പരിശോധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ എന്താണ് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്, ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉത്തരത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയില്ല എന്ന് എന്ത് ചെയ്യാൻ മനസ്സിലാക്കിയിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ എഗെയിൻ എന്താണ്, ഒരു ഓഷൻ കറണ്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. വിച്ച് ഓഷൻ കറണ്ട് ഫ്ലോ ഇൻ ദി വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയുടെ വെസ്റ്റേൺ കോസ്റ്റിലൂടെ. സൗത്ത് ആഫ്രിക്കയുടെ വെസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ അറ്റ്ലാന്റിക് ഓഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്യണം. സൗത്ത് ആഫ്രിക്കയുടെ വെസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്ലാന്റിക് ഓഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു എന്താണ് കറണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. അപ്പോൾ അതുമായി എന്താണ് നമ്മുടെ വിച്ച് ഓഷൻ കറണ്ട് ഫ്ലോസ് ഇൻ ദി വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയുടെ വെസ്റ്റേൺ കോസ്റ്റിലൂടെ ഒഴുകുന്ന കറണ്ട്, ഓഷൻ കറണ്ട് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം കണക്ട് ചെയ്യേണ്ടത് ഈ സൗത്ത് ആഫ്രിക്കയുടെ വെസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ അപ്പോൾ നമ്മുടെ സൗത്ത് ആഫ്രിക്കയുടെ വെസ്റ്റേൺ കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അറ്റ്ലാന്റിക് ഓഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അറ്റ്ലാന്റിക് ഓഷനുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ എന്താണ്, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, എയും കട്ട് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാൻ പറ്റും. കാരണം അഗുൽഹാസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കറണ്ടാണ്. നെക്സ്റ്റ് എന്താണ്, ഹംബോൾട്ട് കറണ്ട്, അത് പസഫിക് ഓഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കറണ്ടാണ്. ഇനി സിയും ഡിയും കാനറീസ് കറണ്ടും ബംഗ്വാല കറണ്ടും രണ്ടും എന്താണ് സൗത്ത് ആഫ്രിക്കയുമായി ആഫ്രിക്കയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അല്ലെ, അല്ലെങ്കിൽ അറ്റ്ലാന്റിക് ഓഷനുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യം എന്താണ്, സൗത്ത് ആഫ്രിക്കയുടെ വെസ്റ്റേൺ കോസ്റ്റിലൂടെ ഒഴുകുന്നതാണ്. സൗത്ത് ആഫ്രിക്കയുടെ രണ്ടും കാനറീസ് കറണ്ടും ബംഗ്വാല കറണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ആഫ്രിക്കയുടെ വെസ്റ്റേൺ കോസ്റ്റിലൂടെ ഒഴുകുന്നുണ്ട്. ആഫ്രിക്ക എന്ന് പറയുന്ന കോണ്ടിനെന്റിന്റെ വെസ്റ്റേൺ കോസ്റ്റിലൂടെ ഒഴുകുന്നുണ്ട്. പക്ഷേ സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന പർട്ടിക്കുലർ രാജ്യമായി മാറുമ്പോൾ നമുക്കറിയാം ആഫ്രിക്കയുടെ എന്താണ് താഴെയായിട്ട് ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ താഴെയായി വരുന്ന രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത്. ഇനി സൗത്ത് ആഫ്രിക്കയുടെ എന്താണ് വെസ്റ്റേൺ കോസ്റ്റിലൂടെ ഒഴുകുന്നു എന്ന് പറയുമ്പോൾ അതെന്താണ് സൗത്ത് അറ്റ്ലാന്റിക് ഓഷന്റെ എന്താണ് ഓഷൻ കറണ്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാനറീസ് കറണ്ട് എന്ന് പറയുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ഓഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. സോ ബംഗ്വാല കറണ്ട് ഈസ് ദി കറക്റ്റ് ആൻസർ. ബംഗ്വാല കറണ്ട് ആണ് എന്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ആൻസർ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇന്ന് നോക്കിയ കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ വേൾഡ് ജോഗ്രഫിയിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. നമ്മൾ ഡിഗ്രി ലെവലിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, മെയിൻസ്, പ്രിലിംസ്, അങ്ങനെയുള്ള എന്താണ് എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താണ് മിക്സ് ചെയ്തൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെക്ഷനാണ് നമ്മൾ കഴിഞ്ഞത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം, അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം, ലീവ് ചെയ്യാം. കാരണം നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ
എന്നാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ബാക്കിയുള്ളവർക്ക് ലീവ് ചെയ്യാം. എന്തായാലും താങ്ക് യു. ഓക്കെ, നമുക്ക് ബാക്കി എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.